ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മുടെ പി എൻ ജംഗ്ഷൻ ഡയോഡ് പഠിക്കാനായിട്ട് നമ്മളവിടെ എന്താണ് പി ടൈപ്പ് മെറ്റീരിയൽ എന്നും അതുപോലെ തന്നെ എന്താണ് നമ്മൾ എൻ ടൈപ്പ് മെറ്റീരിയൽ എന്നുള്ള കഴിഞ്ഞ ക്ലാസ്സുകളിൽ അവിടെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ എന്തൊക്കെയായിരുന്നു ഒരു പി ടൈപ്പ് മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടീസ്, അതുപോലെ തന്നെ എന്തൊക്കെയായിരുന്നു ഒരു എൻ ടൈപ്പ് മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്ത് ചെയ്തത് അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നമുക്ക് അവിടെ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ഇനി ഒരു പി എൻ ജംഗ്ഷൻ അവിടെ ഫോർമേഷൻ ചെയ്ത് നമ്മളിപ്പോൾ പി ടൈപ്പ് മെറ്റീരിയലും അതുപോലെ തന്നെ എൻ ടൈപ്പ് മെറ്റീരിയൽ എങ്ങനെ ഫോം ചെയ്യും നമ്മളോട് പറഞ്ഞു. ഓക്കെ, അതായത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ സെമി കണ്ടക്ടർ മെറ്റീരിയൽസിനെ എന്താ ക്ലാസിഫൈ ചെയ്യുന്നു, ഇൻട്രൻസിക് സെമി കണ്ടക്ടർ എന്നും അതുപോലെ തന്നെ എക്സ്ട്രൻസിക് സെമി കണ്ടക്ടർ എന്ന് രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നു. അതിൽ ഇൻട്രൻസിക് സെമി കണ്ടക്ടേഴ്സ് മീൻസ് നമുക്ക് എന്ത് പറയാം, ഇൻട്രൻസിക് സെമി കണ്ടക്ടേഴ്സ് നമുക്കിവിടെ പ്യുവർ സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് ആയിരിക്കും. അതുപോലെ തന്നെ അതിനെന്താ കണ്ടക്ഷൻ പ്രോപ്പർട്ടീസ് വളരെ കുറവായിരിക്കും. ഓക്കെ, കണ്ടക്ഷൻ അവിടെ നമുക്ക് കുറവായിരിക്കും. നമുക്കത് സാധാരണ രീതിയിൽ ഒരു ഇൻസുലേറ്റർ പോലെ എന്ത് ചെയ്യുന്നത് അവർ അവിടെ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്കവിടെ ഇൻട്രൻസിക് സെമി കണ്ടക്ടേഴ്സ് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ പ്യുവർ സെമി കണ്ടക്ടേഴ്സ് ആണ്, വേറെ ഒരു സബ്സ്റ്റൻസ് അവിടെ ഉണ്ടാവത്തില്ല. ഓക്കെ, അതായത് ഇൻട്രൻസിക് സെമി കണ്ടക്ടർ. ഇനി അതേപോലെ എക്സ്റ്റൻസിക് സെമി കണ്ടക്ടർ ആയ സമയത്ത് അതെന്തായിരുന്നു, ആ എക്സ്റ്റൻസിക് സെമി കണ്ടക്ടർ ആയ നമ്മളുടെ ഡോപ്പിംഗ് എന്ന പ്രോസസ്സ് ചെയ്തിട്ട് ഡോപ്പന്റ് അവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡോപ്പന്റ് ആഡ് ചെയ്യുന്നു. ഡോപ്പന്റ് ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് പി ടൈപ്പ് മെറ്റീരിയൽ എന്നും അതുപോലെ തന്നെ എൻ ടൈപ്പ് മെറ്റീരിയൽ എന്നും രണ്ട് ക്ലാസിഫിക്കേഷൻസ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഫോർമേഷൻ ചെയ്ത് വരുന്നുണ്ട്, പി എന്നും എൻ എന്നും. ഓക്കെ, അപ്പോൾ അതിൽ എന്താണ് പി എന്നും എന്താണ് എന്നും പറഞ്ഞു. അപ്പോൾ എന്തായിരുന്നു പി എന്ന് പറയുന്നത്, ആ പി എന്ന് പറയുമ്പോൾ നമുക്കറിയാം പി ടൈപ്പ് മെറ്റീരിയൽസ് ആണെങ്കിൽ അവിടെ നമുക്ക് അതിൽ ഹോൾസ് ആയിരിക്കും കൂടുതൽ. മെജോറിറ്റി ക്യാരിയേഴ്സ് ആയിട്ട് ആരാണുള്ളത്, ഹോൾസ് ആണ് വരുന്നത്. ഓക്കെ, ഹോൾസ് ആണ് അവിടുത്തെ മെജോറിറ്റി ക്യാരിയേഴ്സ് എന്ന് പറയുന്നത്. എൻ ടൈപ്പ് ആണെങ്കിലോ അവിടെ നമുക്ക് ഇലക്ട്രോൺസ് ആണ് അവിടുത്തെ മെജോറിറ്റി ക്യാരിയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഹോൾസ് വരുന്നുണ്ട്, ഹോൾസ് വരുന്നുണ്ട്. എൻ ആവുന്ന സമയത്ത് അവിടെ ആര് വരുന്നു, അവിടെ നമുക്ക് ഇലക്ട്രോൺസ് ആണ് വരുന്നത്. ഓക്കെ, ദെൻ ഇവിടെ തന്നെ നമുക്ക് അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി ആറ്റം എന്ന് പറയുന്നത് ഡോപ്പ് ചെയ്യുന്നത് എന്ത് വെച്ചാണ്, അക്സെപ്റ്റർ ആറ്റം വെച്ചിട്ടാണ്. ഓക്കെ, അതായത് ഇലക്ട്രോൺസിന് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനിവിടെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി ആറ്റം ആണ് ഇവിടെ വയ്ക്കുന്നത്. നമ്മൾ എന്തായിരിക്കും, ഡോണർ ഇമ്പ്യൂരിറ്റി ആറ്റം ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ട് ക്ലാസിഫിക്കേഷൻസ് വരുന്നത്. പിന്നെ നമുക്ക് ഫ്രീ ഇലക്ട്രോൺസ് പിയിൽ കുറവായിരിക്കും. അതുപോലെ മെജോറിറ്റി ക്യാരിയേഴ്സ് ആയിട്ട് ഉണ്ടാകുന്ന എന്തായിരിക്കും, അവിടുത്തെ ഹോൾസ് ആയിരിക്കും മെജോറിറ്റി ക്യാരിയേഴ്സ് ആയിട്ട് നമുക്ക് അവിടെ നിൽക്കുന്നത്. ഇനി ഇപ്പത്തെ സൈഡിലാണെങ്കിലോ എന്നിലാണെങ്കിലോ, എന്നിലായിരുന്ന സമയത്താണെങ്കിലും നമുക്ക് അവിടെ കൂടുതലായിട്ട് വരുന്ന ആരാണ്, വി ഹാവ് ഇലക്ട്രോൺസ്. ഓക്കെ, ഇലക്ട്രോൺസ് കൂടുതലായിരിക്കും അവിടെ, കുറച്ചുള്ളതായിരിക്കും, ഹോൾസ് ആയിരിക്കും അവിടെ കുറവായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ക്ലാസിഫിക്കേഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം വരെ അവിടെ പഠിച്ചത്. ഇനി എങ്ങനെയാണ് ഒരു പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഹൗ എ പി എൻ ജംഗ്ഷൻ ഈസ് ഫോംഡ്. ഓക്കെ, ഹൗ എ പി എൻ ജംഗ്ഷൻ ഈസ് ഫോംഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഒരു പി ടൈപ്പ് മെറ്റീരിയലിനെയും ഒരു എൻ ടൈപ്പ് മെറ്റീരിയലിനെയും എന്ത് ചെയ്യുക, കൊണ്ടുവന്ന് അടുത്തടുത്ത് വയ്ക്കുക. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പി ടൈപ്പ് മെറ്റീരിയൽ, ഇങ്ങനെ ഇപ്പോൾ ഒരു പി ടൈപ്പ് മെറ്റീരിയൽ ആണ്. അപ്പോൾ പി ടൈപ്പ് മെറ്റീരിയൽ ആരുണ്ടാവും, പി ടൈപ്പ് മെറ്റീരിയലിൽ ഒരുപാടുള്ളത് ആരാണ്, അത് വിൽ ബി ഹോൾസ് ഉണ്ടാവും. ഓക്കെ, പി ടൈപ്പ് മെറ്റീരിയൽ ആരോട് ഇങ്ങനെ ഹോൾസ് ഉണ്ട്, ഇതാണ് നമ്മുടെ പി ടൈപ്പ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ഹോൾസ് ഉള്ള ഒരു പി ടൈപ്പ് മെറ്റീരിയൽ പ്ലേസ് ചെയ്തു. ഇനി ഇതിന്റെ തൊട്ടടുത്തായിട്ട് നമ്മൾ ആരെ കൊണ്ടുവയ്ക്കണം, അടുത്തതായിട്ട് നമ്മളിവിടെ കൊണ്ടുവയ്ക്കേണ്ടത് നമ്മുടെ ഇലക്ട്രോൺസിനെയാണ്. അതായത് നമ്മുടെ എൻ ടൈപ്പ് മെറ്റീരിയൽസ് ആണ്. ഓക്കെ, എൻ ടൈപ്പ് മെറ്റീരിയൽസ് ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്നു. കണ്ടോ, നമുക്ക് വേണമെങ്കിൽ കളർ ഒന്ന് മാറ്റിയിട്ട് കൊടുക്കാം. നമ്മളിവിടെ എൻ ടൈപ്പ് മെറ്റീരിയൽ നമ്മളിവിടെ പ്ലേസ് ചെയ്തു, കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ, ഇത് ഹോൾസ് എന്ന് വിളിക്കാം. ഓക്കെ, ഹോൾസ് എന്ന് വിളിക്കാം. ഇതാരായിരിക്കും, നമ്മുടെ ആ ഇലക്ട്രോൺസ് ആയിരിക്കും ഇവിടെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇത് പി ടൈപ്പും ഇത് എൻ ടൈപ്പും ആണ്. എൻ ടൈപ്പ് ആകുമ്പോൾ നമുക്ക് ഇവിടെ നിറയെ ആരുണ്ടാവും, ഇലക്ട്രോൺസ് ഉണ്ടാവും. കണ്ടോ, ഇലക്ട്രോൺസ് ഇവിടെ ഇരിക്കുവാണ്. ഇതെല്ലാം ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, ഇലക്ട്രോൺസ് നമുക്ക് വേണമെങ്കിൽ ഡോട്ട് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഹോൾസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് ഇതിനെ നമുക്ക് വേണമെങ്കിൽ അവിടെ ഡോട്ട് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇതില് നമ്മുടെ ഈ ഒരു പോസിറ്റീവില് നോക്കുമ്പോൾ, അതായത് നമ്മുടെ പി ടൈപ്പ് മെറ്റീരിയൽ നോക്കുന്ന സമയത്ത് അവിടെ നമുക്ക് നെഗറ്റീവ്ലി ചാർജ്ഡ് അക്സെപ്റ്റർ ആറ്റംസ് ഉണ്ടാവും. ഓക്കെ, നെഗറ്റീവ് അക്സെപ്റ്റർ ആറ്റംസ് ഉണ്ടാവും. പോസിറ്റീവ്ലി ചാർജ്ഡ് ആയ ഹോൾസ് ഉണ്ടാവും. ഓക്കെ, പോസിറ്റീവ് ചാർജ് ഹോൾസ് മീൻസ് ഹോൾസിന് ഇതിൽ മൂവ് ചെയ്യാൻ പറ്റും. ഇതിൽ റാൻഡം ആയിട്ട് നെഗറ്റീവ് ചാർജ് എൻക്ലോസ് ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് ചാർജ് അതവിടെ ഇമ്മൊബൈൽ ആയിരിക്കും, ഇത് മൊബൈലിറ്റി കാണത്തില്ല, മൂവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യും, അതിനകത്ത് ഉണ്ടാവും. ദെൻ ഇവിടെ വരുന്ന സമയത്ത് അതുപോലെ തന്നെ ഈ ഒരു കേസിലാണെങ്കിൽ കണ്ടെയ്ൻസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ഡോണർ അയോൺസ് ദാറ്റ് ഇസ് ഇമ്മൊബൈൽ. ഓക്കെ, പോസിറ്റീവ്ലി ചാർജ് അയോൺസ് ഇവിടെ ഇമ്മൊബൈൽ ആയിട്ട് ഉണ്ടാവും. നെഗറ്റീവ് ചാർജ് ഇലക്ട്രോൺസ് എന്തായിരിക്കും, അവിടെ മൂവ്മെന്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് പോസിറ്റീവിന് രണ്ടിലും നിൽക്കുന്നുണ്ട്. സോ ഓക്കെ, ആ ഒരു പോയിന്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഇത് നമ്മുടെ പി ടൈപ്പ് മെറ്റീരിയൽ ആണ്, ഇത് നമ്മുടെ എൻ ടൈപ്പ് മെറ്റീരിയൽ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ
ഒരു പി ടൈപ്പ് മെറ്റീരിയലും ഈ ഒരു എൻ ടൈപ്പ് മെറ്റീരിയലും പ്ലേസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ഒരു പി-എൻ ജംഗ്ഷൻ അവിടെ നമുക്ക് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ. ദെർ വിൽ ബി എ പി-എൻ ജംഗ്ഷൻ ഈസ് ഫോംഡ് ദെയർ. ഓക്കെ. ഒരു പി-എൻ ജംഗ്ഷൻ അവിടെ ഫോം ചെയ്ത് കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഒരു പി-എൻ ജംഗ്ഷന്റെ ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പൊ നമ്മൾ പ്രത്യേകിച്ച് അവിടെ എന്ത് ചെയ്യുന്നില്ല, വോൾട്ടേജ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, പി ടൈപ്പ് മെറ്റീരിയൽസിനെയും എൻ ടൈപ്പ് മെറ്റീരിയൽസിനും എന്ത് ചെയ്താൽ മതി, അവിടെ അടുത്തുകൊണ്ട് വെച്ചാൽ മതിയാവും. ഇതില് ഈ ഡോട്ട് കാണിച്ചിരിക്കുന്നുണ്ടോ? ഈ ഡോട്ട് ആണ് നമ്മുടെ ഹോൾസ് എന്ന് പറയുന്നത്. ഓക്കെ. അതായത് ഡോട്ട് അല്ല, ഹോൾസ്, ഓപ്പൺ ഇത് സർക്കിൾ ഇട്ട് കാണിക്കുന്നത്. ഓക്കെ. ഇവിടെ നമുക്ക് ആ ഡാർക്കൻഡ് ചെയ്ത സർക്കിൾസ് ഉണ്ടല്ലോ, ഇതെന്താണ്? ഇതാണ് അവിടുത്തെ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇവിടെ ഇരിക്കുന്ന ഈ ഹോൾസിന് എന്ത് ചെയ്യാൻ പറ്റും? ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. റാൻഡം ആയിട്ട് എങ്ങോട്ട് വേണോ മൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ നെഗറ്റീവ് ചാർജസ് ഉണ്ടല്ലോ. ഇത് നെഗറ്റീവ് ചാർജസ് ആണ്. ഓക്കെ. അവിടെ ഉണ്ടാകുന്ന നെഗറ്റീവ് ചാർജസ് ആണ്. അപ്പോ അങ്ങനെ വരുന്ന ചാർജസിന് എന്ത് ചെയ്യാൻ പറ്റില്ല? അവിടെ മൂവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അതവിടെ ഇമ്മൊബൈൽ ആയിട്ട് നിൽക്കും. ഇതാണ് ഞാൻ നേരത്തെ തൊട്ട് മുമ്പേ പറഞ്ഞ ആ ഒരു ഇമ്മൊബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ. ദെൻ ഇവിടെയുള്ള ഈ ഇലക്ട്രോൺസിന്, ഈ ഡോട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെയാണ് ഡാർക്കൻഡ് സർക്കിൾസ്. സോ അതിന് എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യാൻ പറ്റും. ഈ പോസിറ്റീവ് ചാർജസ് കണ്ടല്ലോ, ഇതെല്ലാം എന്തായിരിക്കും? അവിടെ സ്റ്റേഷനറി ആയിട്ട് നിൽക്കും. അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല? അവിടെ മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്താണ് ഈ ഒരു പി-എൻ ജംഗ്ഷൻ? നമ്മളൊരു പി ടൈപ്പ് മെറ്റീരിയലിനെയും ഒരു എൻ ടൈപ്പ് മെറ്റീരിയലിനെയും അടുത്തടുത്ത് വെക്കുന്ന സമയത്ത് എന്താണ് അവിടെ സംഭവിക്കുന്നത് നമുക്ക് അടുത്തതിൽ ഡിസ്കസ് ചെയ്യാം. സോ അപ്പൊ നമ്മളിവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ പി ടൈപ്പിൽ ഹോൾസും എൻ ടൈപ്പിൽ ഇലക്ട്രോൺസും ഉണ്ട്. സോ അവർ രണ്ടും ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ആണ്. ഓക്കെ. അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ട് നിൽക്കുക തന്നെ ഈ പി റീജിയനിലുള്ള ഈ ഹോൾസ് എന്ത് ചെയ്യാൻ തുടങ്ങും? പി റീജിയനിലുള്ള ഹോൾസ് പതിയെ എന്ത് ചെയ്യും? മൂവ് ചെയ്ത് നമ്മുടെ എൻ ടൈപ്പിലോട്ട് മൂവ് ചെയ്ത് പോകാനായിട്ട് തോന്നും. ഓക്കെ. ദാറ്റ് ഈസ് ദ ഹോൾസ് ഫ്രോം ദ പി റീജിയൻ ഡിഫ്യൂസ് ഇൻടു ദ എൻ റീജിയൻ. ഓക്കെ. ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്? ഈ ഹോൾസ് പതിയെ എങ്ങോട്ട് മൂവ് ചെയ്ത് തുടങ്ങുന്നുണ്ട്? നമ്മുടെ എൻ ടൈപ്പിലോട്ട് മൂവ് ചെയ്യാനായിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ. ദെൻ ദേ വിൽ കമ്പൈൻ വിത്ത് ഫ്രീ ഇലക്ട്രോൺസ് ഇൻ ദ എൻ റീജിയൻ. ഓക്കെ. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഈ ഹോൾസിന്റെ കേസാണ് പറയുന്നത്. ഈ ഹോൾസ് പതിയെ മൂവ് ചെയ്ത് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇങ്ങോട്ട് മൂവ് ചെയ്ത് പോരുന്നു. മൂവ് ചെയ്തിട്ട് ഇവിടെയുള്ള ഇലക്ട്രോൺസുമായിട്ട് എന്ത് ചെയ്യും? അത് കമ്പൈൻ ചെയ്യും. കമ്പൈൻ ചെയ്ത് പിന്നെ അത് ന്യൂട്രലായി മാറും. ഓക്കെ. പോസിറ്റീവ്, നെഗറ്റീവ് എന്നത് ന്യൂട്രലായി മാറുമല്ലോ. ഓക്കെ. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇവർ ഇങ്ങോട്ട് പോകുന്നത് പോലെ തന്നെ ഇവർക്കും എന്താണ് ഒരു അട്രാക്ഷൻ ഉണ്ടാവും. കാരണം ഇവര് ഓപ്പോസിറ്റ് ചാർജസ് ആണ്. ഓക്കെ. അപ്പൊ ഇവിടുത്തെ ഇലക്ട്രോൺസ് എന്ത് ചെയ്ത് തുടങ്ങും? ഇവിടുത്തെ ഇലക്ട്രോൺസ് പതിയെ മൂവ് ചെയ്ത് നമ്മുടെ ഹോൾസിന്റെ അടുത്തോട്ട് വരാൻ തുടങ്ങും. കണ്ടോ? അപ്പൊ അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു മൂവ്മെന്റും അവിടെ നിന്ന് ഇങ്ങോട്ട്, അതായത് ഓപ്പോസിറ്റ് സൈഡ്സ് ആയതുകൊണ്ട് അവർ എന്ത് ചെയ്തു? പരസ്പരം അട്രാക്ട് ചെയ്തിട്ട്, ഓപ്പോസിറ്റ് ചാർജസ് ആയതുകൊണ്ട് പരസ്പരം അട്രാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ റീകോമ്പിനേഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. അതായത് ഹോൾസ് എല്ലാവരും കൂടി ഇലക്ട്രോൺസിന്റെ അടുത്തോട്ടും ഇലക്ട്രോൺസ് എല്ലാവരും ഹോൾസിന്റെ അടുത്തോട്ടും. അതായത് ഇവർക്ക് ഇങ്ങേ അറ്റം വരെ വരേണ്ട കാര്യമില്ല. കാരണം എന്ത് ചെയ്തോളും? ഇവർ ഇങ്ങോട്ട് മൂവ് ചെയ്ത് വരും. അപ്പൊ ഏകദേശം ഈ ഒരു പോയിന്റ് എത്തുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഇവര് റീകോമ്പിനേഷൻ ആണ് കമ്പൈൻ ചെയ്യുന്നത്. ഓക്കെ. ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അവരവിടെ കമ്പൈൻ ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത്, ദാറ്റ് ഈസ് വെൻ എ ഹോൾസ് ഈസ് മൂവ്ഡ് ഫ്രം ദ പി സൈഡ് ടുവേഴ്സ് ദ എൻ ജംഗ്ഷൻ ദെയർ ഫോം എ നെറ്റ് നെഗറ്റീവ് ചാർജ് ദ പി സൈഡ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഇമ്മൊബൈൽ നെഗറ്റീവ് ചാർജ്. ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ശരിക്കും ഇവിടെ നിന്ന് ഇവര് മൂവ് ചെയ്ത് പോവുകയാണ്. പക്ഷെ നമ്മുടെ ഈ നെഗറ്റീവ് ചാർജ് ഉണ്ടല്ലോ, ഈ പോസിറ്റീവിൽ കൂടുതൽ ഈ നെഗറ്റീവ് ചാർജ് എന്തില്ല? മൊബിലിറ്റി ഇല്ല. അല്ലെങ്കിൽ അതവിടെ മൂവ് ചെയ്യുന്നില്ല. അവിടെ സ്റ്റേഷനറി ആയിട്ട് നിക്കുവാണ്. ഓക്കെ. നിങ്ങൾക്കിവിടെ നോക്കിയാൽ മനസ്സിലായി. ഈ ഒരു ഫിഗറിൽ തന്നെ നമ്മൾ ഈ ഹോൾസും ഇലക്ട്രോൺസും ഒക്കെ റാൻഡം ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. പക്ഷെ ഇതെല്ലാം കണ്ടോ ഒരു ലീനിയാരിറ്റിയിലല്ലേ വരച്ചിരിക്കുന്നത്. കണ്ടോ? ഒരു സ്ട്രെയിറ്റ് ലൈനിൽ അവരെന്ത് ചെയ്യുന്നില്ല? അവിടെ മൂവ് ചെയ്യുന്നില്ല. ഓക്കെ. അതായത് സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ഓക്കെ. അപ്പോൾ അവർ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്നുണ്ട്. ബാക്കി കേസിൽ ഈ ഹോൾസും ഇലക്ട്രോൺസും മാത്രം എന്ത് ചെയ്യണം? അങ്ങോട്ടും ഇങ്ങോട്ടും അത് മൂവ് ചെയ്ത് വരുവാണ്. ഓക്കെ. വെൻ എ ഹോൾസ് ഈസ് മൂവ്ഡ് ഫ്രം ദ പി സൈഡ് ടു ടുവേഴ്സ് ദ ജംഗ്ഷൻ there is formed a net negative charge at the p side due to the presence of immobile negative charge. ഇതേപോലെ തന്നെ തൊട്ടടുത്ത കേസിൽ എന്ത് ചെയ്യും? ആ ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ആ എൻ സൈഡിൽ എന്ത് ചെയ്യും? ഒരു പോസിറ്റീവ് ചാർജ് അവിടെ ഡെവലപ്പ് ചെയ്യും. ഓക്കെ. there will be a positive charge will be developed at the n side due to the presence of immobile പോസിറ്റീവ് അയോൺസ്. ഓക്കെ. പോസിറ്റീവ് അയോൺസ് ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഒരു നെറ്റ് പോസിറ്റീവ് ചാർജ് അവിടെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് നെഗറ്റീവ് സൈഡിൽ. ഓക്കെ. അപ്പൊ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് വരുന്ന സമയത്ത് ഇവർക്ക്, അതായത് മനസ്സിലായോ അത് പറയുന്നത്? അപ്പൊ ഇവിടെ ഈ ഹോൾസ് നേരെ ഇവിടെ നോക്കാം. ഈ ഹോൾസ് ഇങ്ങോട്ട് പോകുന്നു. ഹോൾസ് ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജ് ഫോം ചെയ്യുന്നു. ഓക്കെ. നെഗറ്റീവ് ഫോം ചെയ്യും. ആ ഹോൾസ് മൂവ് ചെയ്യുമ്പോൾ. ഇവിടുന്ന് ഇലക്ട്രോൺസ് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് ഫോം ചെയ്യും. അപ്പൊ ഇവർ രണ്ടും ഞാൻ പറഞ്ഞല്ലോ, ഇത് രണ്ടുപേരും ഇവിടെ ഇങ്ങറ്റം വന്നല്ല ജോയിൻ ചെയ്യുന്നത്. അതായത് ഇവിടെ ഈ ഒരു റീജിയനിലാണ് ഇവർ ഈ റീകോമ്പിനേഷൻ ചെയ്യുന്നത്. കാരണം രണ്ടുപേരും ഒരേ സമയം മൂവ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ. രണ്ടുപേരും സൈമിൾട്ടേനിയസ്ലി എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ മൂവ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഇവിടെ എത്തിയാൽ മതി. ഈ ഒരു റീജിയനിൽ എത്തുന്നതിന് റീകോമ്പിനേഷൻ പറ്റും. പക്ഷേ ആ ഒരു സമയത്ത് പിന്നെ ഇവിടെ പോസിറ്റീവ് ചാർജും ഇവിടെ നെഗറ്റീവ് ചാർജും ഇമ്മൊബൈൽ ആയിട്ടുള്ള പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് അവിടെ ഫോം ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഫോം ചെയ്യാൻ ഇവിടെ നെറ്റ് പോസിറ്റീവ് ചാർജായി മാറും. അപ്പൊ പിന്നെ ഇവിടുത്തെ ഇലക്ട്രോൺസ് ഈ ഹോൾസിന് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങോട്ട് വരാൻ പറ്റും. കാരണം എന്തായി? ഇവിടെ നെഗറ്റിവിറ്റി മാറിയിട്ട് ഒരു പോസിറ്റീവ്നെസ് അവിടെ
ഫീൽ ചെയ്ത് തുടങ്ങി. ഓക്കെ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഹോൾസ് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. സെയിം ചാർജസ് എപ്പോഴും റിപ്പൽ ചെയ്യാറുണ്ട്. അങ്ങനെ റിപ്പൾഷൻ കൂടും. റിപ്പൾഷൻ കൂടുമ്പോൾ ഇതിന് എന്ത് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ എൻ റീജിയനിൽ നിന്ന് വരുന്ന ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നെഗറ്റീവ് ചാർജസ് ആയി. അപ്പോൾ നമ്മുടെ ഇലക്ട്രോൺസ് ഓൾറെഡി നെഗറ്റീവ് ആണ്. സോ അതുകൊണ്ട് നെഗറ്റീവ് ചാർജ് ആയി കഴിഞ്ഞാൽ അതിനും എന്ത് ചെയ്യാൻ പറ്റില്ല. അവിടെ അങ്ങോട്ട് വന്ന് റീകോമ്പിനേഷൻ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ. അപ്പൊ അങ്ങനത്തെ ആ ഒരു സിറ്റുവേഷൻ ആവുന്ന സമയത്ത് പിന്നെ അവിടെ എന്ത് സംഭവിക്കും? ഇവർക്ക് പിന്നെ അവിടെ മൊബിലിറ്റിക്ക് പോസിബിലിറ്റി ഇല്ല. അതായത് ഹോൾസിന് ഇങ്ങോട്ട് വരാനോ, ഈ ഒരു ഇതിന് അങ്ങോട്ട് പോകാനോ എന്ത് ചെയ്യില്ല പറ്റുന്നില്ല. ഈ സെന്ററിൽ എന്ത് ചെയ്യുന്നു? ഒരു ബാരിയർ അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ. അല്ലെങ്കിൽ സെന്ററിൽ എന്ത് ചെയ്യും? ഒരു ഇലക്ട്രിക് ഫീൽഡ് അവിടെ മൊത്തത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഫോം ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇത് നമ്മൾ പറയുന്ന പേരാണ് ഈ ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. കണ്ടോ ഇവിടെ? ദാറ്റ് ഈസ് നെഗറ്റീവ് ചാർജ് അറ്റ് ദ പി സൈഡ് സ്റ്റോപ്പ് ഇലക്ട്രോൺസ് ഫ്രം ഫർദർ ഡിഫ്യൂഷൻ. ഓക്കെ. നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യും? ഈ പി സൈഡിലുള്ള നെഗറ്റീവ് ചാർജസ് നമ്മുടെ ഇലക്ട്രോൺസിന് എന്ത് ചെയ്യത്തില്ല അവിടെ മൂവ് ചെയ്യാനായിട്ട് സമ്മതിക്കില്ല. അതുപോലെ തന്നെ പോസിറ്റീവ് ചാർജ് അറ്റ് എൻ സൈഡ് സ്റ്റോപ്സ് ദ ഹോൾസ് ഫ്രം ദ ഫർദർ ഡിഫ്യൂഷൻ. ഇവിടുത്തെ നമ്മുടെ നെഗറ്റീവ് സൈഡിലെ പോസിറ്റീവ് ചാർജസ് ഈ ഹോൾസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് സമ്മതിക്കില്ല. അതായത് ഈ ഒരു സെന്റർ റീജിയൻ ഒരു അത്യാവശ്യം കുറച്ച് സമയം വരെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അവർക്ക് ശരിക്കും റീകോമ്പിനേഷൻ ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ. ഓക്കെ. This process result in the formation of a barrier region which prevent the respective majority carriers crossing the junction. Okay. അപ്പൊ അവിടെ സെന്ററിൽ എന്ത് ചെയ്തു? ഒരു ബാരിയർ പോലെ അവിടെ ഫോം ചെയ്തു. ഓക്കെ. അപ്പൊ ബാരിയർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അതുവഴി ചാർജ് ഒന്നും അവിടെ മൂവ് ചെയ്ത് പോകുന്നില്ല. ഓക്കെ. ചാർജ് ഒന്നും മൂവ് ചെയ്ത് പോകുന്നില്ല. അപ്പൊ ഇവിടെ സെന്ററിൽ നമ്മളൊരു എന്താ മതിൽ വെച്ചതുപോലെ, ഓക്കെ, ഒരു വാൾ ഫിക്സ് ചെയ്ത് വെച്ചതുപോലെ എന്ത് ചെയ്തു? അവിടെ നിൽക്കുന്നു. പിന്നെ അങ്ങോട്ട് ഒന്നിനും എന്ത് ചെയ്യാൻ പറ്റില്ല, പോവാനായിട്ട് പറ്റുന്നില്ല. ഓക്കെ. അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷെ ഇപ്പൊ ഏകദേശം നമ്മള് ബ്ലോക്ക് ആയ ഒരു അവസ്ഥയായി. ഓക്കെ. 2 സൈഡിൽ നിന്ന് വാഹനങ്ങൾ വന്നുകൊണ്ടിരുന്നു. പക്ഷെ ഇപ്പൊ സെന്ററിൽ എത്തിയപ്പോ എന്ത് പറ്റി? അവിടെ ബ്ലോക്ക് ആയതുപോലെ ആയിപ്പോയി. അതുകൊണ്ട് എന്ത് ചെയ്യാൻ അവർക്ക് ആ ജംഗ്ഷനിൽ നിന്ന് മൂവ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഓക്കെ. അതാണ് അവിടെ ഇപ്പോൾ നടക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇതില് നമ്മൾ നോക്കുന്ന സമയത്ത് it should be noted that the outside the barrier, each side of the junction will material still neutral. Only inside the barrier, there is a positive charge on the N side and negative charge on the P side. This region is called the depletion layer or space charge region. നിങ്ങൾ depletion layer നോക്കി വെച്ചാൽ മതി. depletion layer അല്ലെങ്കിൽ depletion region. ഓക്കെ. അപ്പൊ ഈ രണ്ട് സൈഡിലും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈ ഒരു ഡിപ്ലീഷൻ റീജിയൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് ഡിപ്ലീഷൻ റീജിയൻ. അപ്പോൾ റീകോമ്പിനേഷൻ നടന്ന് അവിടെ സെന്ററിൽ ഇങ്ങനെ ഒരു ബാരിയർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു റീജിയൻ വിളിക്കുന്നത് വേണ്ടത് ഡിപ്ലീഷൻ റീജിയൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഇതിന്റെ 2 സൈഡിലും, അതായത് ഈ ഒരു സൈഡിലും ഈ ഒരു സൈഡിലും എന്ത് തന്നെയാണ്? നോർമലി അത് ന്യൂട്രൽ തന്നെയാണ്. വേറെ പ്രോബ്ലം ഒന്നും എത്തില്ല. ഇവിടെ പക്ഷേ ഈ ഒരു സെന്റർ റീജിയൻ എന്താണ്? അവിടെ നമുക്കൊരു ബാരിയർ ആയിട്ട് മാറി. ഓക്കെ. ഒരു ബാരിയർ ആയിട്ട് മാറി. അല്ലെങ്കിൽ അതിന്റെ പേരാണ് നമ്മൾ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ. ദിസ് ഈസ് സോ കോൾഡ് മൊബൈൽ ചാർജസ് ക്യാരി ഹാവ് ഡിപ്ലീറ്റഡ്. അവിടെ എന്ത് സംഭവിച്ചു? ആ ഒരു ഫ്രീ ഇലക്ട്രോൺസിനും ഹോൾസിനും എന്ത് സംഭവിച്ചു? ഡിപ്ലീഷൻ സംഭവിച്ചു. അവിടെ പിന്നെ അവർ എന്ത് ചെയ്യുന്നില്ല? മൂവ് ചെയ്യാനൊന്നും അവർക്ക് പറ്റുന്നില്ല. അവർ അവിടെ ട്രാപ്ഡ് ആയ പോലെ തന്നെ നിൽക്കുന്നുണ്ട്. അവർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം എന്ത് പറ്റി? ഈ ഒരു സൈഡ് നെഗറ്റിവിറ്റി മാറി, ഈ ഒരു സൈഡ് പോസിറ്റീവ് ആയിട്ട് മാറി. ഓക്കെ. അപ്പൊ അവരവിടെ ഈക്വൽ നമ്പർ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടോ പോകാനായിട്ടുള്ള പോസിബിലിറ്റി അവിടെ വരുന്നില്ല. ഓക്കെ. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു? ഇവിടെ നമുക്ക് ഒരു ഡിപ്ലീഷൻ ലെയർ ഫോം ചെയ്തു. ഇനി ഡിപ്ലീഷൻ ലെയർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ഒരേ ഒരു പോസിബിലിറ്റി ഉള്ളൂ. ഇവരെ നമ്മൾ വോൾട്ടേജുമായിട്ട് കണക്ട് ചെയ്യണം. അല്ലെങ്കിൽ നമ്മളൊരു എക്സ്റ്റേണലി എന്ത് ചെയ്യണം? ഒരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പൊ നമ്മളൊരു എക്സ്റ്റേണൽ ബാറ്ററി ആയിട്ട് ഇവരിങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഈ ഒരു ഡിപ്ലീഷൻ ലെയർ അവിടെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഡിപ്ലീഷൻ ലെയർ നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് പിന്നെ അവിടെ കറണ്ട് കണ്ടക്ഷൻ നടക്കും. ഓക്കെ. അപ്പോൾ ശരിക്കും നമുക്കതൊരു നമ്മുടെ സ്വിച്ച് പോലെ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ബാറ്ററി സോഴ്സ് കൊടുക്കുന്ന രീതിയിൽ നമുക്കതിന് ഫോർവേഡ് ബയാസിംഗ് റിവേഴ്സ് ബയാസിംഗ് എന്നുള്ളത് വിളിക്കും. ഓക്കെ. അപ്പോൾ ഫോർവേഡ് ബയാസിംഗ് റിവേഴ്സ് ബയാസിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഫോർവേഡ് ബയാസിംഗ് കൊടുക്കുന്ന സമയത്ത് അത് നമുക്ക് കറണ്ട് കണ്ടക്ഷൻ നടക്കും. റിവേഴ്സ് ബയാസിംഗ് ചെയ്യുന്ന സമയത്ത് അവിടെ കറണ്ട് കണ്ടക്ഷൻ നടക്കില്ല. ഓക്കെ. ഇവിടെ ഇപ്പോൾ നമ്മൾ മാക്സിമം എന്ത് ചെയ്തു? നമ്മുടെ ഫോർവേഡ് ബയാസിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ കറണ്ട് കണ്ടക്ഷൻ നടക്കും. നമുക്ക് ഡിപ്ലീഷൻ ലെയറിന്റെ വിഡ്ത് അവിടെ കുറഞ്ഞു കുറഞ്ഞു വരും. പിന്നെ അവിടെ കറണ്ട് കണ്ടക്ഷൻ നടക്കും. ഓക്കെ. അപ്പോൾ ബാറ്ററി കൊടുക്കുന്ന സമയത്ത് ഇവർക്ക് ഇന്റേർണലി തന്നെ ശരിക്കും ഈ ഒരു ഡിപ്ലീഷൻ ലെയർ ഞാനിപ്പോ കാണിച്ചിട്ടുള്ളത് തന്നെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. കണ്ടല്ലോ? ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർക്ക് ഒരു ബാറ്ററി സോഴ്സ് കൊടുക്കാതെ തന്നെ ഈ ഒരു റീജിയൻ എന്തുണ്ട്? ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. ഓക്കെ. ഈ ഒരു റീജിയന് ഇവിടെ എന്തുണ്ട്? ഒരു പൊട്ടൻഷ്യൽ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ ഓൾറെഡി ബാറ്ററി കൊടുത്തിട്ടില്ല. ബാറ്ററി കൊടുക്കാതെ ഇന്റേർണലി തന്നെ ഇവർക്ക് എന്തുണ്ട്? ഒരു പൊട്ടൻഷ്യൽ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെ വരുന്ന ആ ഒരു പൊട്ടൻഷ്യൽ നമ്മൾ ബാരൽ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കും. അതിന്റെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ജെർമാനിയം ഡയോഡ്സ് ആണെങ്കിൽ, ഓക്കെ, ജെർമാനിയം ആണെങ്കിൽ ഏകദേശം 0.3 വോൾട്ടും നമ്മുടെ സിലിക്കൺ ആണ് യൂസ് ചെയ്തതെങ്കിൽ ഏകദേശം 0.7 വോൾട്ടും ആണ് എന്ന് പറയുന്നത് ആ ഒരു ഇന്റേണൽ പൊട്ടൻഷ്യൽ ബാരൽ എന്ന് പറയുന്നത്. ഓക്കെ.
മനസ്സിലായോ അത്? അതായത് നമുക്ക് ഈ റീകോമ്പിനേഷൻ ഒക്കെ ചെയ്തതിന് ശേഷം ഇവിടെ ഡിപ്ലീഷൻ ലെയർ ഫോം ചെയ്യുന്നു. ഡിപ്ലീഷൻ ലെയർ ഫോം ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. ആ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് അവിടെ 0.7 വോൾട്ട് സിലിക്കൺ ക്രിസ്റ്റൽസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ജെർമേനിയം ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 0.3 വോൾട്ടും ആയിരിക്കും അവിടെ വരുന്നത്. മനസ്സിലായല്ലോ അത്? അതിന് നമ്മൾ ഇനി ബ്രേക്ക് ചെയ്യണം. ഓക്കെ, ഈ ഒരു 0.7 വോൾട്ടും 0.3 വോൾട്ടും ബ്രേക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കറണ്ട് കണ്ടക്ഷൻ നടക്കുള്ളൂ. അതിന് നമ്മൾ എന്ത് ചെയ്യണം? എക്സ്റ്റേണലി നമ്മളവിടെ ഒരു ബാറ്ററി സോഴ്സ് കണക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ. ഓക്കെ. അപ്പൊ ഇതാണ് ഒരു പി-എൻ ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് ഡയോഡിലോട്ട് മാറുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? നമുക്കവിടെ ഡയോഡ് എന്ന് പറയുന്ന സമയത്ത് നമുക്കവിടെ ഒരു 2 ടെർമിനൽ ഡിവൈസ് ആണ്. ഒരു കാഥോഡും ഉണ്ടാവും, ഒരു ആനോഡും ഉണ്ടാവും. ഓക്കെ. അപ്പൊ നമുക്കിപ്പോ പി-എൻ ജംഗ്ഷൻ ഡയോഡ് അവിടെ ഫോം ചെയ്ത് നിൽക്കുന്നു. ഓക്കെ. ജംഗ്ഷൻ ഡയോഡ് അല്ല, ഒരു പി-എൻ ജംഗ്ഷൻ അവിടെ ഫോം ചെയ്ത് നിൽക്കുവാണ്. സെന്ററിൽ ഡിപ്ലീഷൻ ലെയർ ഒക്കെ ഫോം ചെയ്തു. ഇനി അതിനെ നമുക്ക് ആപ്ലിക്കേഷനിലോട്ട് മാറ്റണം. എങ്ങനെയാണ് നമുക്ക് അത് യൂസ് ചെയ്ത് കറണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്താണ് അതിന്റെ യൂസ് എന്നുള്ളത്. ഓക്കെ. അപ്പോൾ പി-എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുമ്പോൾ ഒരു പി ടൈപ്പ് മെറ്റീരിയലും ഒരു എൻ ടൈപ്പ് മെറ്റീരിയലും കാസ്കേഡ് ചെയ്ത് വെച്ചാൽ ഈ പരസ്പരം ജോയിൻസ് വെച്ച് കഴിഞ്ഞാൽ ഫോം ചെയ്യുന്നതാണ് എന്ത്? പി-എൻ ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അതിന് സെന്ററിൽ ഡിപ്ലീഷൻ ലെയർ ഉണ്ടാവും. ഈ ഡിപ്ലീഷൻ ലെയർ ബ്രേക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യണം? കറണ്ട് കണ്ടക്ഷൻ അവിടെ നടത്തുകയാണ്. അപ്പൊ അങ്ങനെയാണ് അത് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും. നമുക്ക് റെക്ടിഫയർ സർക്യൂട്ടിലൊക്കെ നമുക്കത് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ ഒരു പി-എൻ ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. പി-എൻ ജംഗ്ഷൻ ഡയോഡ്സ് എന്ന് പറയുന്നത്. ദെൻ അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു പി ടൈപ്പ് മെറ്റീരിയലും അതുപോലെ തന്നെ എൻ ടൈപ്പ് മെറ്റീരിയലും ഇതിൽ ഡിപ്ലേഷൻ ലെയർ ഫോം ചെയ്യുന്നതെന്ന് നമുക്ക് ഈ ബയാസിംഗ് എന്ന സ്റ്റേറ്റിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ബയാസിംഗ് എന്ന സ്റ്റേറ്റിൽ നമുക്ക് അവിടെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ദെൻ ഇതിനെ സംബന്ധിച്ച് ഒരു കാഥോഡ് പാർട്ടും ഉണ്ട്, ഒരു ആനോഡ് പാർട്ടും വരുന്നുണ്ട്. ഓക്കെ, കാഥോഡ് പാർട്ടും ആനോഡ് പാർട്ടും എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്കിമാറ്റിക് സിമ്പൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു നോർമലി നമ്മളിപ്പോൾ ഒരു ഡയോഡ് നോക്കിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഒരു മാർക്കിംഗ് കാണാൻ പറ്റും. ഒരു സിൽവർ മാർക്കിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ മാർക്കാണ് എന്ത് കാണിക്കുന്നത്? കാഥോഡ് പാർട്ടിനെ കാണിക്കുന്നത്. ഓക്കെ, കാഥോഡ് മീൻസ് നെഗറ്റീവ് ആയിരിക്കും, ആനോഡ് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ അങ്ങനെ ആനോഡും കാഥോഡും വരുന്നുണ്ട്, പോസിറ്റീവും നെഗറ്റീവ് സൈഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു പോസിറ്റീവ് സൈഡ് നമ്മുടെ ബാറ്ററിയുടെ പോസിറ്റീവ് ആയിട്ട് കണക്ട് ചെയ്യേണ്ടി വരും, നെഗറ്റീവ് സൈഡ് ബാറ്ററിയുടെ നെഗറ്റീവ് കണക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അതാണ് നോർമൽ ബയാസിംഗ് എന്ന് പറയുന്നത്. നമുക്ക് അതിൽ റിവേഴ്സും ഉണ്ട്, നമുക്ക് അത് പഠിക്കാൻ രണ്ടും പഠിക്കാനുണ്ട്, ഫോർവേഡ് ബയാസിംഗ്, റിവേഴ്സ് ബയാസിംഗ്. ഓക്കെ. അപ്പോൾ ഇതൊരു ടിപ്പിക്കൽ ആയിട്ടുള്ള നോർമലി ഉള്ള ഡയോഡാണ് കാണിച്ചിരിക്കുന്നത്. ഡയോഡിൽ ഒരു സിൽവർ മാർക്കിങ്സ് കാണും. സിൽവർ മാർക്കിംഗ് കാണിക്കുന്നത് എന്തായിരിക്കും? വിച്ച് ഷോസ് ദ കാഥോഡ് പാർട്ട്. കാഥോഡ് പാർട്ടാണ് അതവിടെ കാണിക്കുന്നത്. ഓക്കെ. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ഈ ഒരു പി-എൻ ജംഗ്ഷൻ ബയാസിംഗ് എന്ന് പറയുന്ന സ്റ്റേറ്റ് എന്താണ്, അല്ലെങ്കിൽ എന്താണ്, വാട്ട് യു മീൻ ബൈ എ പി-എൻ ജംഗ്ഷൻ ബയാസിംഗ്? അപ്പൊ ഈ ഒരു പി-എൻ ജംഗ്ഷൻ ബയാസിംഗ് എന്ന് പറയുന്നത് ഇതിന് നമ്മൾ ഒരു ബാറ്ററി സോഴ്സുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് അതിനെ കണ്ടക്ഷൻ വേണ്ടി സഹായിക്കുന്നതാണ് നമ്മൾ ബയാസിംഗ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് വേറൊന്നുമില്ല, സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ നമ്മുടെ ഒരു ഡയോഡിനെ എന്ത് ചെയ്യുക? ബാറ്ററി സോഴ്സുമായിട്ട് കണക്ട് ചെയ്യുക. ആ ഒരു പ്രോസസ് ആണ് എന്ത് പറയുന്നത്? ബയാസിംഗ് എന്നുള്ളത് പറയുന്നത്. ആക്ടിവിറ്റി പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇതിൽ അവർ രണ്ട് രീതിയിൽ നമ്മുടെ ഈ ഒരു ഡയോഡ് കണക്ട് ചെയ്യുന്നു. ഓക്കെ, രണ്ട് രീതിയിൽ കണക്ട് ചെയ്യുന്നു. നമുക്ക് ഡയോഡിനെ രണ്ട് രീതിയിൽ കണക്ട് ചെയ്തിട്ട് ഫോർവേഡ് ബയാസിംഗ് എന്നും റിവേഴ്സ് ബയാസിംഗ് എന്നും. അപ്പോൾ നമുക്ക് എന്താണ് ഫോർവേഡ് ബയാസിംഗ് എന്നും എന്താണ് റിവേഴ്സ് ബയാസിംഗ് എന്നും നമുക്കവിടെ നോക്കാം. അതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഒരു ആക്ടിവിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റിയിൽ പറഞ്ഞിരിക്കുന്നത് നമ്മളിപ്പോൾ ഡയോഡിനെ ഒരു രീതിയിൽ കണക്ട് ചെയ്യുമ്പോൾ ബൾബ് ഓൺ ആവുന്നുണ്ട്, മറ്റൊരു രീതിയിൽ കണക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നില്ല? ബൾബ് അവിടെ ലൈറ്റ് അപ്പ് ആകുന്നില്ല. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഈ ഒരു എക്സ്പെരിമെന്റ് ഒന്ന് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഇതിന്റെ റിസൾട്ട് വരുന്നത് നമുക്ക് ഇവിടെ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനായിട്ട് ഇപ്പോൾ എടുത്തിട്ടുള്ളത് നമ്മളൊരു ഓൺലൈൻ സിമുലേഷൻ ആണ്. അപ്പോൾ ഈ ഒരു ഓൺലൈൻ സിമുലേഷനിൽ ഞാനിപ്പോൾ ഇവിടെ ഒരു ബാറ്ററി സോഴ്സ് എടുത്തിട്ടുണ്ട്, 9 വോൾട്ടിന്റെ ബാറ്ററി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ഡയോഡ് എടുത്തിട്ടുണ്ട്, ദെൻ അവിടെ നമ്മളൊരു ബൾബും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടത്, നമുക്ക് ആദ്യം നമ്മുടെ ഫോർവേഡ് ബയാസിംഗ് കണ്ടീഷൻ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഫോർവേഡ് ബയാസിംഗ് എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തല്ലോ. അപ്പോൾ നമ്മുടെ ഈ ഫോർവേഡ് ബയാസിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഡയോഡിന്റെ പോസിറ്റീവും ഒരേ രീതിയിൽ കണക്ട് ചെയ്താൽ, അല്ലെങ്കിൽ സെയിം ആയിട്ട് പോസിറ്റീവ് ടു പോസിറ്റീവ് കണക്ട് ചെയ്താൽ നമുക്ക് എന്ത് പറയാം? നെഗറ്റീവ് ടു നെഗറ്റീവ് കണക്ട് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഫോർവേഡ് ബയാസിംഗ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതായത് ഞാനിപ്പോൾ കണക്ഷൻ കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ബാറ്ററി ഒരു ബൾബിന്റെ ടെർമിനൽ എടുത്ത് ദേ ഇവിടെ കണക്ട് ചെയ്യുന്നു. ഓക്കെ, ആനോഡ് പാർട്ടിൽ കണക്ട് ചെയ്തു. ദെൻ ബൾബിന്റെ മറ്റൊരു ടെർമിനൽ ഞാൻ ബാറ്ററിയുടെ പോസിറ്റീവ് ആയിട്ട് കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, ബാറ്ററിയുടെ പോസിറ്റീവ് ആയിട്ട് ഞാൻ ഇവിടെ കണക്ട് ചെയ്തു. കണ്ടല്ലോ, ഇപ്പൊ ഈ ഒരു ആനോഡ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ബാറ്ററിയുടെ പോസിറ്റീവുമായിട്ട് ഇപ്പോൾ കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനകത്ത് ഈ ഒരു കാഥോഡ് പാർട്ടിനെ ബാറ്ററിയുടെ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്താൽ ഇപ്പോൾ ഇവിടെ ലൈറ്റ് ഓൺ ആവോ ഓഫ് ആവോ നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നെഗറ്റീവ് ബാറ്ററിയുടെ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ സിമുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും? ബൾബ് അവിടെ ലൈറ്റ് അപ്പ് ആവുന്നുണ്ട്. കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ എന്താന്ന് പറയുന്നത്? ഇറ്റ് ഈസ് കോൾഡ് എന്ന് പറയുന്നത് ഫോർവേഡ് ബയാസിംഗ് കണ്ടീഷൻ. ഇത് നമുക്ക് എന്ത് പറയാം? ഫോർവേഡ് ബയാസിംഗ് ആണെന്ന് പറയാം. ഇനി ഇതേ കേസ് തന്നെ നമുക്കൊന്ന് ഇതിനെ മാറ്റിയിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്ന് പൊളാരിറ്റി ചേഞ്ച് ചെയ്യുന്നു. അതായത് ഞാൻ ഡയോഡ് ഒന്ന് തിരിച്ച് കണക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ,
അപ്പോൾ ഡയോഡിന്റെ ഈ ഒരു കാഥോഡ് പാർട്ട് നമ്മളിപ്പോൾ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ടെർമിനൽ ഇങ്ങനെ പോവാണ് കണ്ടോ. ഇതിപ്പോൾ നമ്മുടെ പോസിറ്റീവ് ആണ് ഈ ഒരു സൈഡ് എന്ന് പറയുന്നത്. ഇത് പോസിറ്റീവ് ടെർമിനലാണ്. ഓക്കെ, അതെന്ത് ചെയ്യുന്നു, നമ്മുടെ ഡയോഡിന്റെ നെഗറ്റീവുമായിട്ട് കാഥോഡുമായിട്ട് കണക്ട് ചെയ്തു. ഇനി നമ്മുടെ ഈ ആനോഡ് പാർട്ട് എന്ത് ചെയ്യാണ്, ആനോഡ് പാർട്ട് നമ്മുടെ ഇതിന്റെ ഈ ഒരു നെഗറ്റീവ് നമ്മുടെ ആനോഡ് പാർട്ട് പോസിറ്റീവ് പാർട്ട് നമ്മൾ ഇതിന്റെ നെഗറ്റീവുമായിട്ട് ഇവിടെ കണക്ട് ചെയ്തു. ഇനി നമുക്കൊന്ന് സിമുലേഷൻ ഓൺ ചെയ്താലോ. ഈ സമയം എന്ത് ചെയ്യത്തില്ല, ലൈറ്റ് ഓൺ ആകത്തില്ല. എന്തുകൊണ്ടാ, ഈ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് റിവേഴ്സ് ബയാസിംഗ് കണ്ടീഷൻ. അപ്പോൾ നമ്മൾ ഡയോഡ് തിരിച്ചോ അങ്ങോട്ടോ ഇങ്ങോട്ടോ കണക്ട് ചെയ്താൽ എന്ത് ചെയ്യത്തില്ല, വർക്ക് ചെയ്യത്തില്ല. ഫോർവേഡ് ബയാസിംഗ് കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഡയോഡ് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഡയോഡിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫോർവേഡ് ബയാസിംഗ് നമ്മളത് കണക്ട് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, ഫോർവേഡ് ബയാസിംഗ് നമുക്കത് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് റെക്ടിഫിക്കേഷൻ എന്ന പർപ്പസ് നടക്കുന്നത്. അപ്പോൾ എന്താണ് റെക്ടിഫിക്കേഷൻ എന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഫോർവേഡ് ബയാസിംഗ് അച്ചീവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ വർക്ക് ചെയ്യുന്നത്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഈ ഒരു എക്സ്പെരിമെന്റ് നമ്മളിപ്പോൾ അവിടെ സിമുലേഷനിൽ കണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കണ്ടു, രണ്ട് രീതിയിൽ കൊടുത്ത സമയത്തും എന്ത് ചെയ്തില്ല, ഡയോഡ് ഓൺ ആയില്ല. ഒരു സൈഡിൽ കൊടുത്ത സമയത്ത് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ഡയോഡ് അവിടെ ഓൺ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്കിവിടെ പറയാം ഈ ഡയോഡിന് എന്ത് പ്രോപ്പർട്ടി ഉണ്ട്, യൂണി ഡയറക്ഷണൽ കണ്ടക്ഷൻ പ്രോപ്പർട്ടി ഉണ്ട്. യൂണി ഡയറക്ഷണൽ കണ്ടക്ഷൻ പ്രോപ്പർട്ടി ആർക്കുണ്ട്, നമ്മുടെ ഡയോഡ്സിന് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു യൂണി ഡയറക്ഷൻ ആണെങ്കിൽ ഒരു ഡയറക്ഷനിൽ മാത്രമേ കറണ്ട് കണ്ടക്ട് ചെയ്യത്തുള്ളൂ, മറ്റൊരു ഡയറക്ഷനിൽ എന്ത് ചെയ്യത്തില്ല, കറണ്ട് കണ്ടക്ഷൻ പോസിബിൾ അല്ല. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോർവേഡ് ബയാസിംഗ്. നമ്മൾ അവിടെ ലൈറ്റ് ഓൺ ആയി കണ്ട സിറ്റുവേഷൻ നമ്മൾ ഫോർവേഡ് ബയാസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഡു യു മീൻ ബൈ എ ഫോർവേഡ് ബയാസിംഗ് ഓഫ് എ ഡയോഡ് എന്ന് ചോദിച്ചാൽ എന്താണ്, the forward biasing means when a positive cell P side of a PN junction is connected to the positive of the battery and negative side is connected to the N region is connected to the negative side of the battery, then it is called a forward biasing. Okay, അപ്പോൾ അതിൽ നമ്മൾ പറയുവാണ്, സപ്പോസ് സേ വി കണക്ട് എ ബാറ്ററി ടു എ പി എൻ ജംഗ്ഷൻ സച്ച് ദാറ്റ് ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി ഈസ് കണക്റ്റഡ് ടു ദ പി സൈഡ് ആൻഡ് ദ നെഗറ്റീവ് ടെർമിനൽ ഈസ് കണക്റ്റഡ് ടു ദ എൻ സൈഡ്. ഓക്കെ, ദിസ് കണ്ടീഷൻ സ്റ്റേറ്റ് ഈസ് കോൾഡ് പി എൻ ജംഗ്ഷൻ. ഓക്കെ, എന്ത് പറയാം, നമുക്ക് ഫോർവേഡ് ബയാസിംഗ് ആണെന്ന് പറയാം. പി എൻ ജംഗ്ഷൻ എന്തിലാണ്, ഫോർവേഡ് ബയാസിംഗ് കണ്ടീഷൻ നമുക്ക് അവിടെ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഫോർവേഡ് ബയാസിംഗ് അവിടെ സംഭവിക്കുന്നതിന്, എന്തുകൊണ്ടാണ് നമുക്ക് അത് കണ്ടക്ഷൻ അവിടെ സഹായിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമുക്കിപ്പോൾ ഇരിക്കുന്ന സിറ്റുവേഷൻ എന്താ, നമ്മൾ തൊട്ട് മുൻപത്തെ ആ ഒരു പേജ് നമ്മൾ പറഞ്ഞാണ്, ഇവിടെ ഒരു വലിയൊരു ഡിപ്ലീഷൻ ലെയർ ഇങ്ങനെ ഫോം ചെയ്തിരുന്നു. ഓക്കെ, ഡിപ്ലീഷൻ ലെയർ ഫോം ചെയ്തു. ഈ പി റീജിയനിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ നെഗറ്റീവ് ചാർജസ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ ടൈപ്പിൽ കംപ്ലീറ്റ് പോസിറ്റീവ് ചാർജസ് കോൺസെൻട്രേറ്റ് ചെയ്തു. അതിന് ഓപ്പോസിറ്റ് ചാർജ് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യാൻ പറ്റാതെ ഈ ഇലക്ട്രോൺസിന് ഹോൾസിന് അങ്ങോട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിന്നത്. സോ അങ്ങനെയാണ് ഡിപ്ലീഷൻ ലെയർ അവിടെ കൂടിയത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു പോസിറ്റീവ് സൈഡ് വേണ്ടി കണക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, നമ്മൾ ഈ പോസിറ്റീവ് സൈഡ് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യും, ദ ഹോൾസ് വിൽ റിപ്പൽ ഡ്യൂ ടു ദ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഓഫ് ദ ബാറ്ററി ആൻഡ് ഫോഴ്സ് ടു മൂവ് ടുവേഴ്സ് ദ ജംഗ്ഷൻ. ഇവിടെയുള്ള ഈ പോസിറ്റീവ് ചാർജസ് എന്ത് ചെയ്യുന്ന അറിയാമോ, ഈ പോസിറ്റീവ് ചാർജ് നമ്മളിവിടെ കണക്ട് ചെയ്യുന്ന എന്താണ്, നമ്മുടെ പോസിറ്റീവ് ചാർജ് ആണ്, ഹോൾസ് ആണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ബാറ്ററിയിൽ നിന്നും എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് ഇങ്ങനെ പോസിറ്റീവ് ചാർജസ് വരുവാണ്. ഓക്കെ, ഇവിടെ ഇങ്ങനെ പോസിറ്റീവ് ചാർജസ് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്, പോസിറ്റീവ് ചാർജ് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ പോസിറ്റീവ് ചാർജ് പോകുമ്പോൾ ഈ സൈഡിൽ മൊത്തം എന്താകുന്നുണ്ട്, ഇവിടെ പോസിറ്റീവ് ചാർജ് ഇങ്ങനെ നിറയുന്നുണ്ട് കേട്ടോ, പോസിറ്റീവ് ചാർജ് ആയിട്ട് മാറും കംപ്ലീറ്റ്. അപ്പോൾ പോസിറ്റീവ് ചാർജ് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഹോൾസ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ ഇരിക്കാൻ പറ്റില്ല. ഓക്കെ, ഇവിടെ ഇരിക്കുന്ന ഹോൾസ് ഇവിടെ ഇരിക്കത്തില്ല. ഇതെന്ത് ചെയ്യും, ഇവിടെ ഇരിക്കുന്ന ഈ നെഗറ്റീവ് ചാർജിനെക്കാട്ടിയും കൂടുതൽ സ്ട്രെങ്ത് ഉള്ളതാണ് ഇവിടെ വരുന്ന ഈ പോസിറ്റീവ് ചാർജസ് എന്ന് പറയുന്നത്. ഈ പോസിറ്റീവ് ചാർജസിന് എന്ത് ചെയ്യും, അതവിടെ റിപ്പൽ ചെയ്യിപ്പിക്കും. ഓക്കെ, പോസിറ്റീവ് ചാർജ് ഈ ഹോൾസിന് എന്ത് ചെയ്യിപ്പിക്കും, റിപ്പൽ ചെയ്യിപ്പിക്കും. റിപ്പൽ ചെയ്യിപ്പിച്ച് എന്തിലോട്ട് മാറ്റി വിടും, ഈ ജംഗ്ഷനിലോട്ട് അതിനെ വിടും. അപ്പോൾ ഈ ഒരു ജംഗ്ഷനിലോട്ട് പോകുന്ന സമയത്ത് ഈ ഹോൾസ് എന്ത് ചെയ്യുന്നു, വിച്ച് വിൽ സ്റ്റാർട്ട് ടു കൊളൈഡ് വിത്ത് ഡിപ്ലീഷൻ ലെയർ. ഓക്കെ, കൊളൈഡ് എന്ത് ചെയ്യും, ഡിപ്ലീഷൻ ലെയറുമായിട്ട് അത് കൊളിഷന് പോസിബിലിറ്റി കൊടുക്കും. ഓക്കെ, കൊളിഷൻ അത് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കും. ദ ഇലക്ട്രോൺസ് ആർ റിപ്പൽഡ് ഫ്രം ദ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി ആൻഡ് ഡ്രിഫ്റ്റ് ടുവേഴ്സ് ദ ജംഗ്ഷൻ. അപ്പോൾ അതിൽ ഒരേ ആദ്യത്തെ സമയത്ത് നമുക്ക് നോക്കുമ്പോൾ പോസിറ്റീവ് ചാർജസ് പോകുന്നു, സൈമിൾട്ടേനിയസ്ലി അതേ സമയത്ത് എന്ത് ചെയ്തു, ഇതുവഴി നെഗറ്റീവ് ചാർജസ് ഉണ്ടോ, നെഗറ്റീവ് ചാർജസ് ഇങ്ങനെ പോകുന്നത് കണ്ടോ, നെഗറ്റീവ് ചാർജസ്. ഈ നെഗറ്റീവ് ചാർജസ് എന്ത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ അക്യൂമുലേറ്റ് ചെയ്ത് ഇവിടെ വരുന്നു. അപ്പോൾ നെഗറ്റീവ് ചാർജസ് ഇവിടെ നിറയുന്ന സമയത്ത് ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ നിൽക്കാൻ പറ്റില്ല. ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, നേരെ അതും ഡിപ്ലീഷൻ ലെയറിലോട്ട് പോകും. ഓക്കെ, അങ്ങനെ ഇവിടെ നിന്ന് പോസിറ്റീവ് ചാർജസ് ആയ ഹോൾസും ഇവിടെ നിന്ന് നെഗറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് എന്ത് തുടങ്ങി, ഡിപ്ലീഷൻ ലെയറിലോട്ട് പോയി. ഓക്കെ, അപ്പോൾ അതിനൊരു എക്സ്ട്രാ എനർജി കിട്ടി. നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ശരിക്കും നമ്മുടെ ഈ 0.7 വോൾട്ടിനെയും 0.3 വോൾട്ടിനെയും കൂടുതലായിരിക്കണം. ഓക്കെ, 0.7 വോൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഡിപ്ലീഷൻ ലെയറിന്റെ വോൾട്ടേജ് ആണ് ഫോർ സിലിക്കൺ ഡയോഡ്സ്. ജെർമേനിയം ഡയോഡ്സ് ആണ് യൂസ് ചെയ്തെങ്കിൽ അതിന്റെ വാല്യൂ നമുക്ക് 0.3 വോൾട്ട് എന്ന് കിട്ടിയത്. ഓക്കെ, തൊട്ട് മുൻപത്തെ പേജ് നമ്മൾ കണ്ടായിരുന്നു. ഇവിടെ 0.3യും
0.7 വോൾട്ട് നമ്മളവിടെ കണ്ടു. ഓക്കെ. 0.7ഉം 0.3. അപ്പൊ ആ ഒരു വോൾട്ടേജിനെക്കാട്ടി കൂടിയ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഈ ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നുള്ളൂ. കാരണം ഇവിടെ വരുന്ന വോൾട്ടേജ് കൂടുതലാ. കൂടുതൽ വോൾട്ടേജ് വരുമ്പോൾ ഇവിടുത്തെ ഹോൾസ് എന്ത് ചെയ്യിക്കും? റിപ്പൽ ചെയ്യിപ്പിച്ച് നേരെ അത് ഡിപ്ലീഷൻ ലെയറിലോട്ട് പറഞ്ഞു വിടും. ഇവിടുത്തെ നെഗറ്റീവ് ചാർജസ് എന്ത് ചെയ്യും? ഈ ഇലക്ട്രോൺസ് റിപ്പൽ ചെയ്യിപ്പിച്ച് ഡിപ്ലീഷൻ ലെയറിലോട്ട് പറഞ്ഞു വിടും. ഓക്കെ. സം ഓഫ് ദ ഹോൾസ് ആൻഡ് ഫ്രീ ഇലക്ട്രോൺസ് പെനിട്രേറ്റ് ദ ഡിപ്ലീഷൻ ലെയർ. ഓക്കെ. അങ്ങനെ എന്ത് ചെയ്യുന്നു? അവിടെ ആ ഒരു ഹയർ എനർജി കാരണം അല്ലെങ്കിൽ ആ ഒരു വോൾട്ടേജ് കാരണം ഇത് എന്ത് ചെയ്യുന്നു? ആ ഒരു ഡിപ്ലീഷൻ ലെയറിനെ അത് പെനിട്രേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ. പെനിട്രേറ്റ് ചെയ്ത് അതെന്ത് ചെയ്യുന്നു? അതുവഴി പാസ് ചെയ്തങ്ങ് പോകും. ഓക്കെ. അങ്ങനെ പോകുന്തോറും ആദ്യം കുറച്ച് പേര് പോകുമ്പോൾ തന്നെ പിന്നെ എന്ത് ചെയ്യും? അവിടെ ഡിപ്ലീഷൻ ലെയറിന്റെ വിഡ്ത് കുറഞ്ഞു കുറഞ്ഞു വരും. ഓക്കെ. അങ്ങനെ ആ ഒരു വിഡ്ത് കുറഞ്ഞു കുറഞ്ഞു വരുന്ന സമയത്ത് പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? മോർ മെജോറിറ്റി ക്യാരി വിൽ ഡ്രിഫ്റ്റ് അക്രോസ് ദ ജംഗ്ഷൻ. കൂടുതൽ മെജോറിറ്റി ക്യാരിയർസ് എന്ത് ചെയ്യുന്നു? അവിടെ ഈ പൊട്ടൻഷ്യൽ കാരണം ഡിപ്ലീഷൻ ലെയറിലോട്ട് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ആ പൊട്ടൻഷ്യൽ ബാരിയർ അവിടെ കുറഞ്ഞു കുറഞ്ഞ് പിന്നെ അത് ഇല്ലാതാവും. ഓക്കെ. അങ്ങനെ പൊട്ടൻഷ്യൽ ബാരിയർ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് നടന്നോളും? കറന്റ് കണ്ടക്ഷൻ അവിടെ പോസിബിൾ ആയിട്ട് നടക്കും. പിന്നെ എന്ത് ചെയ്യും? ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യും? കറന്റ് അവിടെ കണ്ടക്ട് ചെയ്യും. ഓക്കെ. ഇങ്ങോട്ട് എന്ത് ചെയ്തിട്ട് മൂവ് ചെയ്ത് കറന്റ് കണ്ടക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നമുക്ക് നടക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇതാണ് അവിടുത്തെ ആ ഒരു പ്രോസസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ഇന്റേണൽ പൊട്ടൻഷ്യൽ ബാരിയർ അവിടെ കുറയ്ക്കണം. ഓക്കെ. ഇന്റേണൽ പൊട്ടൻഷ്യൽ ബാരിയർ അവിടെ കുറയണം. അപ്പോൾ ഇന്റേണൽ പൊട്ടൻഷ്യൽ ബാരിയർ കുറയ്ക്കാനുള്ള ടെക്നിക്കാണ് ഫോർവേഡ് ബയാസിംഗ് എന്ന് പറയുന്നത്. ഫോർവേഡ് ബയാസിംഗ് കണക്ട് ചെയ്യുമ്പോൾ പി റീജിയനിൽ ബാറ്ററിയുടെ പോസിറ്റീവും എൻ റീജിയനിൽ ബാറ്ററിയുടെ നെഗറ്റീവും കണക്ട് ചെയ്യുന്നു. കണക്ട് ചെയ്തിട്ട് എന്ത് സംഭവിക്കുന്നു? അവിടെ ആ ഒരു പോസിറ്റീവ് ചാർജസ് ആ പി റീജിയനിൽ ഇരിക്കുന്ന ഹോൾസിനെ റിപ്പൽ ചെയ്യിപ്പിക്കും. റിപ്പൽ ചെയ്യിപ്പിച്ച് നേരെ എങ്കിലോട്ട് പറഞ്ഞു വിടും? ജംഗ്ഷനിലോട്ട് പോകാൻ പറഞ്ഞു വിടും. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ നെഗറ്റീവ് സൈഡിൽ ഇരിക്കുന്ന എൻ സൈഡിൽ ഇരിക്കുന്ന അവിടെ ഇരിക്കുന്ന ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? അവിടെ നിന്ന് നെഗറ്റീവ് ആ ഒരു വോൾട്ടേജ് അതിനെ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യിപ്പിച്ച് ആ ഒരു ഡിപ്ലേഷൻ റീജിയനിലോട്ട് പറഞ്ഞു വിടും. സോ അങ്ങനെ പോകെ പോകെ എന്ത് ചെയ്തോളും? അവരുടെ വിഡ്ത് അവിടെ കുറഞ്ഞു കുറഞ്ഞു വരും. പിന്നെ അവിടെ റെസിസ്റ്റൻസ് കുറയും. സോ അതുവഴി ഫ്രീ ആയിട്ട് എന്ത് ചെയ്യും? കറന്റ് കണ്ടക്ഷൻ പോസിബിൾ ആവും. ഓക്കെ. അപ്പോൾ നമുക്ക് ആ ഒരു കേസിലാണ് നമ്മൾ തൊട്ട് മുൻപത്തെ ആ ഒരു സിമുലേഷനിൽ എന്ത് കണ്ടത്? ആ ഒരു ബാറ്ററി സോഴ്സ് നമ്മൾ ആ ഒരു ഡയോഡിനെ ഫോർവേഡ് ബയാസിംഗ് ചെയ്ത് വെച്ച സമയത്ത് എന്ത് ചെയ്തു? ബൾബ് അവിടെ ലൈറ്റ് അപ്പ് ആയിരുന്നു. റിവേഴ്സ് ബയാസിംഗ് ചെയ്ത സമയത്തോ ലൈറ്റ് ഓൺ ആയില്ല. ഇനി നമുക്ക് റിവേഴ്സ് ബയാസിംഗിന്റെ കണ്ടീഷൻ എന്താണെന്ന് നമുക്ക് ഇവിടെ നോക്കാം. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫോർവേഡ് ബയാസിംഗ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ദിസ് ഈസ് കോൾഡ് ഫോർവേഡ് ബയാസിംഗ്. നമുക്ക് എന്ത് പറയാം? ഫോർവേഡ് ബയാസിംഗ് നമുക്ക് അവിടെ പറയാം. ഓക്കെ. ഇനി നമ്മൾ പറഞ്ഞല്ലോ ഇതാണ് നമ്മുടെ ഫോർവേഡ് ബയാസിംഗ്. ഇനി എന്താണ് റിവേഴ്സ് ബയാസിംഗ് എന്ന് നോക്കാം. റിവേഴ്സ് ബയാസിംഗ് വേറൊന്നുമില്ല. നമ്മൾ തൊട്ട് മുൻപേ ആ ഒരു ആക്ടിവിറ്റിയിൽ കണ്ടതാണ്. നമ്മളോട് എന്ത് പറഞ്ഞു? ബാറ്ററിയുടെ പോസിറ്റീവ് നമ്മുടെ ഡയോഡിന്റെ നെഗറ്റീവ് സൈഡ് അല്ലെങ്കിൽ എൻ സൈഡുമായിട്ടും ബാറ്ററിയുടെ നെഗറ്റീവിനെ പോസിറ്റീവ് റീജിയനുമായിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ കണക്ട് ചെയ്യുന്നു. മനസ്സിലായോ? ഇവിടെ നോക്കുക. ഇത് നമ്മുടെ പി ടൈപ്പ് ആണ്. അപ്പോൾ പി ടൈപ്പിന്റെ അവിടെ ബാറ്ററിയുടെ നെഗറ്റീവ് സെല്ലിന്റെ നെഗറ്റീവ്. എൻ ടൈപ്പിന്റെ അവിടെ സെല്ലിന്റെ പോസിറ്റീവ് കണ്ടോ? അതായത് ഓപ്പോസിറ്റ് പൊളാരിറ്റിയിൽ കണക്ട് ചെയ്യുക. ഓക്കെ. ഓപ്പോസിറ്റ് പൊളാരിറ്റിയിൽ കണക്ട് ചെയ്യുക. അപ്പൊ അങ്ങനെ ആ ഒരു കണക്ഷൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ നമ്മൾ നെഗറ്റീവ് അല്ലേ കണക്ട് ചെയ്ത് കൊടുത്തേ കേട്ടോ. ഇവിടെ കംപ്ലീറ്റ് അപ്പോൾ നെഗറ്റീവ് ആണ്. അപ്പോൾ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഹോൾസിന് ഏറ്റവും ഇഷ്ടം ആരെടുത്തിരിക്കാനായിരിക്കും? ഇവിടെ വരുന്ന ഈ ഒരു നെഗറ്റീവിന്റെ അടുത്ത് നിൽക്കാനായിരിക്കും കൂടുതൽ താല്പര്യം. കാരണം ഓപ്പോസിറ്റ് ചാർജസ് ആണ്. അവർ തമ്മിൽ എന്ത് ചെയ്തോളും? അട്രാക്ഷൻ തുടങ്ങിക്കോളും. ഓക്കെ. അവർ തമ്മിൽ അട്രാക്ഷൻ അവിടെ ഫോം ചെയ്യും. സോ അങ്ങനെ ഇവിടെ നെഗറ്റീവ് ചാർജസ് വരുന്നു. നെഗറ്റീവ് ചാർജസ് കണ്ട ഉടനെ തന്നെ ഇവിടുത്തെ ഹോൾസ് എല്ലാം കൂടി ഇവിടെ വന്ന് നിൽക്കും. ഇവിടുത്തെ ഈ ഒരു റീജിയനിൽ വന്ന് നിൽക്കും. ഓക്കെ. അപ്പോൾ അവർക്ക് പിന്നീട് ഇങ്ങോട്ടൊന്ന് ഡിപ്ലേഷൻ ലെയർ ബ്രേക്ക് ചെയ്യണമെന്നോ ഡിപ്ലേഷൻ ലെയറിലോട്ട് പോകണമെന്നോ ഒരു താല്പര്യവും കാണില്ല. അവരെന്ത് ചെയ്യും? എല്ലാവരും കൂടി വന്ന് ഈ ഒരു സൈഡിൽ അക്യൂമുലേറ്റ് ചെയ്ത് നിൽക്കും. ഓക്കെ. അതേസമയം തന്നെ ഇവിടെ നമ്മുടെ നെഗറ്റീവ് സൈഡിൽ ആരാ പോകുന്നത്? നെഗറ്റീവ് സൈഡിൽ പോകുന്നത് നമ്മുടെ പോസിറ്റീവ്സ് ആണ്. ഓക്കെ. പോസിറ്റീവ് വോൾട്ടേജ് ആണ് നെഗറ്റീവ് സൈഡിൽ പോകുന്നത്. കണ്ടോ? നെഗറ്റീവ് സൈഡിൽ പോകുന്നു. അപ്പോൾ ഈ നെഗറ്റീവ് സൈഡിൽ നമ്മുടെ ഈ പോസിറ്റീവ് പോകുന്ന സമയത്ത് ഇവിടെ ആര് നോക്കി നിൽക്കും? ഇവര് വന്നിട്ട് ഇവിടെ ഇരിക്കുന്ന ഇലക്ട്രോൺസ് എല്ലാവരും കൂടി ഒന്ന് ആര് നോക്കാൻ നിൽക്കും? ഇവിടെ ഇരിക്കുന്ന പോസിറ്റീവ് വോൾട്ടേജ് നോക്കി നിൽക്കും. ഓക്കെ. അവർ തമ്മിൽ എന്ത് ചെയ്തു? അവിടെ അട്രാക്ഷൻ തുടങ്ങി. ഓക്കെ. അപ്പൊ അവര് പിന്നെ എന്ത് ചെയ്യത്തില്ല? സെന്ററിലോട്ട് ഡ്രിഫ്റ്റ് ചെയ്ത് വരത്തില്ല. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നു? ഇവിടെ ഇരിക്കുന്ന ഈ ഒരു ഇലക്ട്രോൺസ് എല്ലാവരും കൂടി പോസിറ്റീവ് വോൾട്ടേജിന്റെ അടുത്തും ഇവിടെ ഇരിക്കുന്ന ഹോൾസ് എല്ലാവരും നെഗറ്റീവ് വോൾട്ടേജ് നിൽക്കുന്നു. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ശരിക്കും അവിടെ ആ ഡിപ്ലീഷൻ ലെയറിന്റെ വിട്ട് എന്ത് ചെയ്യാണ്? അവിടെ കൂടുവാണ്. ഡിപ്ലീഷൻ അവിടെ കൂടുന്നു. ഓക്കെ. പിന്നെ അവിടെ എന്ത് ചെയ്യത്തില്ല? അവിടെ കറന്റ് കണ്ടക്ഷൻ പോസിബിൾ ആവത്തില്ല. അപ്പൊ നമ്മൾ അവിടെ റിവേഴ്സ് പൊട്ടൻഷ്യൽ ഓക്കെ അതൊരു ഒരു എക്സ്റ്റെന്റ് വരെ ഉണ്ട്. ഒരു എക്സ്റ്റെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ബ്രേക്ക് ഡൗൺ സംഭവിക്കും. ഡയോഡ്സ് നമുക്ക് തെർമൽ റൺവേ സംഭവിക്കും. തെർമൽ റൺവേ മീൻസ് കത്തിപ്പോവുക. ഓക്കെ. ഡയോഡ്സ് നല്ലോണം ഹീറ്റ് ആയിട്ട് കത്തിപ്പോവും. ഓക്കെ. പെട്ടെന്ന് ഹീറ്റ് ആവും ഡയോഡ്സ് ഒക്കെ. അതിനൊരു മാക്സിമം വിത്ത്സ്റ്റാൻഡിങ് വോൾട്ടേജ് ഉണ്ട്. ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് വരെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവിടെ വിത്ത്സ്റ്റാൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റുള്ളൂ. ഒരുപാട് വോൾട്ടേജ് നമുക്ക് റിവേഴ്സ് ബയാസിംഗിൽ കൊടുക്കാനും പറ്റില്ല. ഓക്കെ. അപ്പൊ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യണം? അവിടെ നമുക്ക് നിൽക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇതില് സെന്ററിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്ലീഷൻ ലെയറിന്റെ വിഡ്ത് ഒരുപാടായിട്ട് കൂടുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ അതിലെ റിവേഴ്സ് ബയാസിന്റെ ഡിപ്ലീഷനിൽ വിട്ട് കൂടുന്നു. പിന്നെ അതെന്ത് ചെയ്യും? ബാരിയർ കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കറണ്ട് ഒന്നും കണ്ടക്ഷൻ ചെയ്യത്തില്ല. ഓക്കെ. ഇവിടെ പറയുന്നുണ്ട് ദ ഹോൾസ് ഇൻ ദ പി റീജിയൻ ആർ അട്രാക്റ്റഡ് ടുവേഴ്സ് ദ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി. ദ ഇലക്ട്രോൺസ് ഇൻ ദ എൻ റീജിയൻ ആർ അട്രാക്റ്റഡ് ടുവേഴ്സ് ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി. കണ്ടല്ലോ, ഇത് ഓപ്പോസിറ്റ് ആയിട്ട് അവർ അട്രാക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, അട്രാക്ട് ചെയ്യുന്നുണ്ട്. Thus, the majority carriers are drawn away from the junction. This action widens the depletion region and increases the barrier potential. Okay, that is the potential barrier widens. Okay, the increase the potential barrier potential make it more difficult to majority carriers to diffuse across the junction. പിന്നെ എന്ത് ചെയ്യത്തില്ല, അതുവഴി നമുക്കത് കറണ്ട് കണ്ടക്ഷൻ ഒന്നും പോസിബിൾ ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് നോക്കുമ്പോൾ ഈ ഒരു കേസിൽ എന്ത് ചെയ്യുന്നു, അവിടെ പിന്നീട് അതൊരു കറക്റ്റ് ഒരു ബാരിയർ ആയിട്ട് നല്ല വിഡ്ത്തിനുള്ള ഒരു ബാരിയർ ആയിട്ട് മാറുന്നു. പിന്നെ അവിടെ കറണ്ട് കണ്ടക്ഷൻ അവിടെ എന്ത് ചെയ്തിട്ടില്ല, അവിടെ പോസിബിൾ ആകില്ല. ഓക്കെ, ഇതിൽ തന്നെ നമുക്കൊരു മൈനോറിറ്റി കാരിയേഴ്സ് ഫോം ചെയ്യും. ഓക്കെ, ഈ ഒരു മൈനോറിറ്റി കാരിയേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ റിവേഴ്സ് ബയാസിംഗ് സംഭവിക്കുന്നതാണ്, ഒരു മൈനോറിറ്റി കാരിയേഴ്സ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മൈനോറിറ്റി കാരിയേഴ്സ് ഫോം ചെയ്യുന്നത് ശരിക്കും തെർമൽ അജിറ്റേഷൻ വഴിയാണ്. കാരണം ഇവിടെ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും, ഒരു മൈനോറിറ്റി കാരിയേഴ്സ് അവിടെ ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൽ മൈനോറിറ്റി കാരിയേഴ്സ് എന്ത് ചെയ്യാൻ തുടങ്ങും, അത് നമ്മുടെ ആ ഒരു ജംഗ്ഷനിലോട്ട് മൂവ് ചെയ്യും. മൈനോറിറ്റി കാരിയേഴ്സ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവും. ഇവിടെ ഇരിക്കുന്ന ഈ പോസിറ്റീവ് കണ്ടോ, ഇവിടെ പോസിറ്റീവ്സ് ഇലക്ട്രോൺസ് കൂടെ അട്രാക്ട് ചെയ്യുന്നത്, ഇവിടുത്തെ പോസിറ്റീവ്സ് ഉണ്ട്. ഇത് എന്ത് ചെയ്യാൻ തുടങ്ങും, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ തുടങ്ങി. മൈനോറിറ്റി കാരിയേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടോ മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കാറുണ്ട്, the rate of that is drifts towards the junction because of the applied voltage. ഈ കൊടുക്കുന്ന വോൾട്ടേജ് കാരണം ഈ മൈനോറിറ്റി കാരിയേഴ്സ് തെർമൽ അജിറ്റേഷൻസ് വഴി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ സെന്ററിലോട്ട് പോകാനായിട്ട് തുടങ്ങും. ഓക്കെ, അങ്ങനെ ഫോം ചെയ്യുന്നു. അങ്ങനെ റേറ്റ് ഓഫ് ജനറേഷൻ ഓഫ് മൈനോറിറ്റി കാരിയേഴ്സ് ഡിപെൻഡ് ഓൺ ദ ടെമ്പറേച്ചർ. ഇഫ് ദ ടെമ്പറേച്ചർ ഫിക്സ്ഡ്, the rate of generation of minority carriers remains constant. Therefore, the current due to flow of minority carriers remains same whenever the battery voltage low or high. Okay. For this reason, there is a reverse saturation current. This current is very small as the number of minority carriers is less. Okay, of the order of nano ampere or silicon diode in the microampere in the region of germanium diode. Okay, this is the one of the reason which the silicon diodes are more preferred than germanium diodes. Okay, അതായത് ഒരു റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഫോം ചെയ്യുന്നുണ്ട്. ഈ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് അവിടെ ഫോം ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഈ ഒരു മൈനോറിറ്റി കാരിയേഴ്സ് കാരണമാണ്. ഓക്കെ, അപ്പോൾ മൈനോറിറ്റി കാരിയേഴ്സ് കാരണം ഇത്തരം ഒരു എന്താ സാച്ചുറേഷൻ കറണ്ട്, റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഫോം ചെയ്യുന്നു. പിന്നെ അത് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്. ഓക്കെ, ടെമ്പറേച്ചർ ഹൈ ആയാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അവിടെ മൈനോറിറ്റി കാരിയേഴ്സ് കാരണം ഈ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് അവിടെ ഫോം ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ആ ടെമ്പറേച്ചേഴ്സ് എന്ത് ചെയ്യാറുണ്ട്, സാധാരണ രീതിയിൽ കോൺസ്റ്റന്റ് ആക്കി നിർത്താറുണ്ട്. ഓക്കെ, അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് വരാറില്ല. ഇനി ടെമ്പറേച്ചർ ഒരുപാട് എക്സീഡ് ചെയ്താൽ അവിടെ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് സംഭവിക്കും. അവിടെ നമുക്ക് എന്ത് ചെയ്യും, ബ്രേക്ക് ഡൗൺ മെക്കാനിസംസ് ഒക്കർ ചെയ്യാറുണ്ട്. ഓക്കെ, നമുക്ക് ബ്രേക്ക് ഡൗൺ മെക്കാനിസവും അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് വരുന്നില്ല. നമുക്ക് ജസ്റ്റ് ഇപ്പോൾ നമുക്ക് പി എൻ ജംഗ്ഷൻ ഡയോഡ്സ്, ഫോർവേഡ് ആൻഡ് റിവേഴ്സ് കാരക്ടറിസ്റ്റിക്സ് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. then അല്ലാതെ നമുക്ക് ഇതിൽ വരുന്നതിന് സെനർ ഡയോഡ് എന്ന ക്ലാസിഫിക്കേഷൻ ഒക്കെ. ഓക്കെ, സെനർ ഡയോഡ്സ് ഒന്നും നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മാത്രം മതി, നിങ്ങൾ എന്താണ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്നും അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ ഫോർവേഡ് ബയാസിംഗ് എന്താണ്, റിവേഴ്സ് ബയാസിംഗ് എന്താണെന്ന് ആ ഒരു കേസ് ഒന്ന് നോക്കി വെച്ചാൽ മതിയാവും. ഓക്കെ, ദെൻ ഈ ഒരു ഫോർവേഡ് ബയാസിങ്ങും റിവേഴ്സ് ബയാസിങ്ങും പഠിക്കുന്ന സമയത്ത് നമ്മളിവിടെ നോക്കേണ്ട ഒരു കേസാണ് നമ്മുടെ വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, നമുക്ക് ഈ ഒരു പോസിറ്റീവും നെഗറ്റീവും കണക്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ നമുക്ക് ഈ ഒരു നമ്മുടെ ഫോർവേഡ് ബയാസിംഗിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ കറസ്പോണ്ടിങ് നമ്മൾ വോൾട്ടേജ് വേരി ചെയ്യും. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് വേരി ചെയ്യുന്നതനുസരിച്ച് ഇവിടെ എങ്ങനെയാണ് കറണ്ട് വേരി ചെയ്യുന്നത് എന്ന് നോക്കുന്നത് നമ്മുടെ വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, that is the VA characteristics of a PN junction diode is the graphical representation of the relation between voltage across the junction and current through the diode. Okay, അതായത് ആ ഒരു ജംഗ്ഷൻ അക്രോസ് ആയിരുന്ന വോൾട്ടേജിനും കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അതുവഴി ഫ്ലോ ചെയ്യുന്ന കറണ്ടിനും തമ്മിലുള്ള വേരിയേഷൻ കാണിക്കുന്ന ഗ്രാഫാണ് എന്ന് പറയുന്നത് വി ഐ കാരക്ടറിസ്റ്റിക്സ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വോൾട്ടേജ് എക്സ് ആക്സിസിലും കറണ്ട് വൈ ആക്സിസിലും എടുത്താണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഗ്രാഫ് നമ്മൾ അവിടെ പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, ദേ ഈ കാണിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഒരു വി ഐ ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് ഫോർവേഡ് ബയാസിംഗിലും വരയ്ക്കാം, അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിവേഴ്സ് ബയാസിംഗിലും വരയ്ക്കാൻ സാധിക്കും. ഓക്കെ, ഫോർവേഡ് ബയാസിംഗിലും അതുപോലെ റിവേഴ്സ് ബയാസിംഗ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഗ്രാഫ് നമുക്ക് അവിടെ പ്ലോട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, മനസ്സിലായോ? അത് വേറൊന്നുമില്ല, ജസ്റ്റ് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ ഒരു എക്സ് ആക്സിസും വൈ ആക്സിസ് എടുക്കുന്നു. അപ്പോൾ എക്സ് ആക്സിസിൽ വോൾട്ടേജും വൈ ആക്സിസിൽ എന്ത് ചെയ്യുന്നു, കറണ്ടും വെച്ച് പ്ലോട്ട് ചെയ്യുന്ന ഗ്രാഫാണ് വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഫോർവേഡ് ബയാസിംഗ് നമുക്ക് ഒരു പോസിറ്റീവ് ക്വാഡ്രന്റിലായിരിക്കും ഗ്രാഫ് വരുന്നത്.
ഈ ഒരു റിവേഴ്സ് ബയാസിംഗ് ആണെങ്കിലോ അത് നമുക്ക് നെഗറ്റീവ് ക്വാഡ്രന്റിലായിരിക്കും ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത്. ഇത് 2 ഗ്രാഫാണ്. 2 ആയിട്ട് വരയ്ക്കാം ഇങ്ങനെ. ഓക്കെ, നിങ്ങൾക്ക് ഇതിപ്പോൾ ഒന്നിച്ച് കാണിച്ചിരിക്കുന്നു. ഫോർവേഡ് ബയാസിംഗ് മാത്രം ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ വരച്ചാൽ മതി. ഓക്കെ, ഇതാണ് ഫോർവേഡ് ബയാസിംഗ് ഗ്രാഫ്. ഇത് വോൾട്ടേജും ഇത് കറണ്ടും. ഓക്കെ, പിന്നെ അത് ജെർമേനിയം ആണെങ്കിൽ ഈ ഒരു ഗ്രാഫ് ആയിരിക്കും വരുന്നത്. ദെൻ സിലിക്കൺ ആണെങ്കിൽ അല്പം കൂടി ഇങ്ങോട്ട് വന്നിട്ട്, കാരണം ഇത് ജെർമേനിയം 0.3 എന്ത് ചെയ്യും അവിടെ ഓൺ ആവും. ഓക്കെ, ജെർമേനിയം 0.3 ഓൺ ആവും. പക്ഷേ സിലിക്കൺ 0.7 ആവുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുള്ളൂ, ഓൺ ആവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത് ഫോർവേഡ് ബയാസിംഗിന്റെ റിവേഴ്സ് ബയാസിന്റെ VI ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു സർക്യൂട്ട് യൂസ് ചെയ്ത് നമ്മൾ ഫോർവേഡ് ബയാസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഓക്കെ, എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ഒരു ഫോർവേഡ് ബയാസിനെ കുറിച്ച് പഠിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് ഈ ഒരു സർക്യൂട്ടാണ്. അപ്പോൾ എന്താണ് ഈ ഒരു സർക്യൂട്ട് നിങ്ങൾ അവിടെ നോക്കണം. ഓക്കെ, ഈ സർക്യൂട്ടിൽ എന്തൊക്കെയാണ് വരുന്നത് അതവിടെ അറിഞ്ഞിരിക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ഗ്രാഫ് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് വോൾട്ടേജ് നമ്മളിവിടെ വേരി ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് വോൾട്ടേജ് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഇവിടെ റിയോസ്റ്റാറ്റ് യൂസ് നമ്മൾ പഠിച്ചല്ലോ റിയോസ്റ്റാറ്റ് എന്തിനാ യൂസ് ചെയ്യുന്നതൊക്കെ. ഓക്കെ, അപ്പോൾ റിയോസ്റ്റാറ്റ് യൂസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വോൾട്ടേജ് വേരി ചെയ്യാൻ പറ്റും. നമ്മളിവിടെ റിയോസ്റ്റാറ്റ് കണക്ട് ചെയ്തിരിക്കുന്ന ബയാസിംഗ് മെത്തേഡ് എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസിംഗ് എന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു റിയോസ്റ്റാറ്റ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റിയോസ്റ്റാറ്റിന്റെ ഈ ഒരു ടെർമിനൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വോൾട്ടേജ് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ബാറ്ററി സോഴ്സ് കണക്ട് ചെയ്യുന്നു, ദെൻ ഒരു റിയോസ്റ്റാറ്റ് കണക്ട് ചെയ്യുന്നു, ദെൻ റിയോസ്റ്റാറ്റിന്റെ ഈ ഒരു വേരിയബിൾ ഹെഡ് ഉണ്ട്. ഓക്കെ, റിയോസ്റ്റാറ്റ് ഒരു മൂവ് ചെയ്യാൻ പറ്റുന്ന ഹെഡ് ഉണ്ട്, നമ്മൾ ക്ലാസ്സിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അപ്പോൾ ആ മൂവ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഹെഡ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡയോഡുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഇതിപ്പോൾ ഫോർവേഡ് ബയാസിംഗ് ആണ്, കാരണം ബാറ്ററിയുടെ പോസിറ്റീവ് ആണ് ഇവിടെ പോയിരിക്കുന്നത്. കണ്ടോ, പോസിറ്റീവ് ആണ് ഈ ഡയറക്ഷനിൽ പോകുന്നത്. സോ ബാറ്ററിയുടെ പോസിറ്റീവ് നമ്മൾ എന്ത് ചെയ്തു, ഡയോഡിന്റെ പോസിറ്റീവ് ആയിട്ട് ആ ലൈനില്ലാത്ത ഭാഗമാണ് ഡയോഡിന്റെ പോസിറ്റീവ് എന്ന് പറയുന്നത്. കണ്ടോ, പോസിറ്റീവ് കണക്ട് ചെയ്തു. ദെൻ നമ്മൾ അതിന്റെ നെഗറ്റീവ് എന്ത് ചെയ്യുന്നു, ഈ ഒരു രീതിയിൽ കണക്ട് ചെയ്ത് അതിന്റെ ബാറ്ററിയുടെ നെഗറ്റീവ് ആയിട്ട് കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, നമ്മുടെ കാഥോഡ് പാർട്ടിന്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ എന്ത് ചെയ്യണം, ആ ഡയോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഡയോഡ് നമുക്ക് എന്ത് മെഷർ ചെയ്യണം, കറണ്ട് അവിടെ മെഷർ ചെയ്യണം. ഓക്കെ, കറണ്ട് അവിടെ മെഷർ ചെയ്യണം. കറണ്ട് മെഷർ ചെയ്യണം ഒരു മില്ലി അമ്മീറ്ററും, അതുപോലെ തന്നെ വോൾട്ടേജ് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുന്നു. എപ്പോഴും വോൾട്ട് മീറ്റേഴ്സ് കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്, വിച്ച് ഈസ് കണക്റ്റഡ് ടു ദ പാരലൽ. ഓക്കെ, എപ്പോഴും വോൾട്ട് മീറ്റേഴ്സ് എവിടെയാണ് നമുക്ക് പൊട്ടൻഷ്യൽ മെഷർ ചെയ്യേണ്ടത്, അതിന് പാരലൽ ആയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, അവിടെ നമുക്ക് കണക്ട് ചെയ്യേണ്ടത്. ഇത് നമ്മുടെ ആ ഒരു അമ്മീറ്റർ കണക്ട് ചെയ്യേണ്ടത് എവിടെയാണ്, അമ്മീറ്റർ സീരീസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവിടെ കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നതിൽ ഫോർവേഡ് ബയാസിംഗ് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ നമ്മൾ മില്ലി അമ്മീറ്റർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫോർവേഡ് ബയാസിംഗ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മില്ലി അമ്മീറ്റർ ആയിരിക്കും. ഇനി റിവേഴ്സ് ബയാസിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ റിവേഴ്സ് ബയാസിംഗിൽ വേറെ സർക്യൂട്ട് ചേഞ്ച് ഒന്നുമില്ല. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഡയോഡിനെ ഒന്ന് തിരിച്ച് കണക്ട് ചെയ്താൽ മതി. ഓക്കെ, ഡയോഡ് എന്ത് ചെയ്യണം, തിരിച്ചൊന്ന് കണക്ട് ചെയ്യുക, റിവേഴ്സിംഗിൽ കണക്ട് ചെയ്യുക. ഡയോഡ് റിവേഴ്സ് ചെയ്താൽ എന്തായിട്ട് മാറും, റിവേഴ്സ് ബയാസിംഗ് ആയിട്ട് മാറും. ഓക്കെ, അതായത് ബാറ്ററിയുടെ പോസിറ്റീവില് ഡയോഡിന്റെ നെഗറ്റീവ് വരണം, നെഗറ്റീവില് ഡയോഡിന്റെ പോസിറ്റീവ് വരണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മില്ലി ആംബിയർ റേഞ്ചിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഒരു അമ്മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ഒരു ലോഡ് റെസിസ്റ്ററോടെ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സാധാരണ 1 കിലോ ഓമിന്റെ റെസിസ്റ്ററോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും റിയോസ്റ്റാറ്റ് ഒക്കെ ലോഡ് റെസിസ്റ്റർ ആയിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടുപിടിക്കേണ്ട ഒരു സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഈ റിയോസ്റ്റാറ്റ് മാറ്റുന്നതനുസരിച്ച് നമുക്ക് ഓരോ വോൾട്ടേജ് ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ റിയോസ്റ്റാറ്റിനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇതിന്റെ ലാബിന്റെ പ്രാക്ടിക്കൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ അത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരാം. ഓക്കെ, അതൊന്ന് കണ്ടു നോക്കുക എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റിയോസ്റ്റാറ്റിന്റെ ഹെഡ് മൂവ് ചെയ്ത് ഓരോ പ്രാവശ്യവും നമ്മൾ ഓരോ വോൾട്ടേജ് കൊണ്ടുവയ്ക്കും. അത് നമ്മൾ 0.1 വോൾട്ടിൽ വെക്കും. നമ്മളിപ്പോൾ സിലിക്കൺ ഡയോഡ് വെച്ചോളൂ, 0.1 വോൾട്ടിൽ വെക്കുന്നു, അവിടെ വേറെ വേരിയേഷൻ ഒന്നുമില്ല. 0.2 വോൾട്ടേജ് വെക്കുന്നു, വേരിയേഷൻ ഇല്ല. 0.3 വെക്കുന്നു, 0.4 വെക്കുന്നു. ഓക്കെ, ഓരോ പ്രാവശ്യം നമ്മൾ എന്ത് നോട്ട് ചെയ്യും, നമ്മുടെ കറണ്ട് റീഡിങ്സ് നമ്മളവിടെ നോക്കും. ഓക്കെ, കറണ്ട് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ എന്ന് കറണ്ട് റീഡിങ്സ് നമ്മൾ അവിടെ നോക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കി നോക്കി വരുന്ന സമയത്ത് ഇവിടെ 0.7 അടുപ്പിച്ച് അവർ ആകുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്, അവിടെ കറണ്ട് വാല്യൂ പതിയെ പതിയെ റൈസ് ചെയ്ത് തുടങ്ങും. കാരണം അവിടെ എന്ത് സംഭവിച്ചു, നമ്മുടെ പൊട്ടൻഷ്യൽ ബാരിയർ അവിടെ ബ്രേക്ക് ചെയ്ത് തുടങ്ങി. ഓക്കെ, നമ്മൾ ഫോർവേഡ് ബയാസിംഗിൽ പറഞ്ഞാണ് പൊട്ടൻഷ്യൽ ബാരിയർ എന്ത് ചെയ്യുന്നുണ്ട്, ബ്രേക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ആ ഒരു പൊട്ടൻഷ്യൽ ബാരിയർ അവിടെ എന്ത് ചെയ്തു, അതവിടെ ബ്രേക്ക് ചെയ്ത് തുടങ്ങുന്നുണ്ട്. ഈ ഒരു ബാരിയർ ബ്രേക്ക് ചെയ്ത് തുടങ്ങുന്നുണ്ട്. അങ്ങനെ ബ്രേക്ക് ചെയ്ത് എന്ത് ചെയ്യും, അവിടെ നമ്മുടെ 0.7 0.8 ഇങ്ങനെ കൂടുന്തോറും എന്ത് ചെയ്യും, അവിടെ അതായത് ശരിക്കും ആ ഒരു 0.4 കഴിഞ്ഞ് 0.5 ആവുന്നോട്ട് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, റൈസിങ് സ്റ്റാർട്ട് ചെയ്യും, ബ്രേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. എപ്പോഴാണോ ആ ഒരു 0.7 ക്രോസ് ചെയ്യുന്നത്, നമ്മുടെ ഓൾട്ടിമീറ്റർ വാല്യൂ എപ്പോഴാണോ ആ ഒരു 0.7 ക്രോസ് ചെയ്യുന്നത്, ആ ഒരു സമയത്ത് എന്ത് ചെയ്യും, ഈ ഒരു അമ്മീറ്റർ റീഡിംഗ് പെട്ടെന്ന് ഷാർപ്പായിട്ട് അവിടെ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അമ്മീറ്റർ റീഡിംഗ് വിൽ ഇൻക്രീസ് ഷാർപ്പ്ലി. ഓക്കെ, പിന്നെ അതൊരു സ്റ്റീപ്പ് ഇൻക്രീസിംഗ് ആണ്. പിന്നെ അതിനുശേഷം എന്ത് ചെയ്യത്തില്ല, അവിടെ അവിടെ പിന്നെ എന്ത് ചെയ്യുന്നില്ല, വോൾട്ടേജ് കൂടുന്നില്ല, കറണ്ട് മാത്രം എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കൂടുന്നു. കാരണം അവിടെ പൊട്ടൻഷ്യൽ ബാരിയർ ബ്രേക്ക് ആയി, പിന്നെ എന്ത് ചെയ്തു, ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് മാറി. സോ അതായത് കറണ്ട് കണ്ടക്ഷൻ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നടത്താൻ പറ്റുന്ന രീതിയിൽ ആ ഒരു ഗേറ്റ് എന്ത് ചെയ്തു, ഓപ്പൺ ചെയ്ത പോലെ ആയിട്ടുണ്ട്. ഓക്കെ, അവിടെ പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യും, കറണ്ട് കണ്ടക്ഷൻ നടക്കും. ഓക്കെ, അതുവരെ കറണ്ട് കണ്ടക്ഷൻ ഇല്ല, ഒരു
0.5 ഒക്കെ ആകുന്ന സമയത്ത് ചെറിയ രീതിയിൽ മാത്രമേ കറന്റ് റിഡക്ഷൻ വരൂ. പിന്നെ 0.6 ആകുമ്പോൾ ചെറുതായിട്ട്, പിന്നെ 0.7 ആകുമ്പോൾ സ്റ്റീപ്പായിട്ട് പിന്നീട് അങ്ങ് ഒരു ഇൻക്രീസിങ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ദെൻ ഇത് നമ്മുടെ ഒരു ജർമ്മേനിയൻ ഡയോഡാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ, ഈ ഇരിക്കുന്നത് നമ്മുടെ ഒരു ജർമ്മേനിയൻ ക്രിസ്റ്റൽ യൂസ് ചെയ്ത് നിർമ്മിച്ച ഒരു ഡയോഡ് ആണെങ്കിൽ അവിടെ 0.3 ആകുമ്പോൾ എന്ത് ചെയ്യും? കറന്റ് അവിടെ റൈസ് ചെയ്യാനായിട്ട് തുടങ്ങും. കാരണം അതിന്റെ പൊട്ടൻഷ്യൽ ബാരൽ വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാണ്? 0.3 ആണ്. ജർമ്മേനിയം ആണെങ്കിൽ 0.3യും സിലിക്കൺ ആണെങ്കിൽ എത്രയാണ് വരുന്നത്? സിലിക്കൺ ആണെങ്കിൽ നമുക്ക് 0.7 ആണ് നമുക്ക് അവിടെ വരുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് എന്ന് പറയുന്നത് ഫോർവേഡ് ബയാസിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഫോർവേഡ് ബയാസിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ PN ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുന്നത്. ഓക്കെ. ഈസിയാണ്. ഇത്രയും കാര്യങ്ങളോടെ മെൻഷൻ ചെയ്യുക. എന്താണ് അവിടെ സംഭവിക്കുന്നതിനെ കുറിച്ച് പറയണം. ഓക്കെ. ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഫ്രം ദി സർക്യൂട്ട് വി ക്യാൻ ഫൈൻഡ് ദ ഡയോഡ് കറന്റ് ബൈ വേരിയിങ് സ്മോൾ ഓഫ് ഫ്യൂ ടെൻസ് ഓഫ് ദ വോൾട്ടേജ്. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ചെറിയ ചെറിയ വോൾട്ടേജ് അവിടെ വേരി ചെയ്യുന്നു. വേരി ചെയ്യുന്നതനുസരിച്ച് അവിടെ നമുക്ക് എന്ത് ചെയ്യും? കറന്റ് ഇതാണ് ഫോർവേഡ് ബയാസിംഗ്. ഫോർവേഡ് ബയാസിംഗ് മാത്രം ചോദിച്ചാൽ ഇത് മാത്രം വരച്ചാൽ മതി. മറ്റൊരു ഗ്രാഫ് എന്ന് വെച്ചാൽ രണ്ടും കൂടിയുള്ള ഒരു ഗ്രാഫാണ്. ഓക്കെ. കണ്ടോ? ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ ഏകദേശം ഇതെന്ന് വെച്ചാൽ ഒരു 0.3 അടുപ്പിച്ച് വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? റൈസിങ് വരുന്നത്. ഇവിടെ നമുക്ക് ഒരു ലൈൻ വരച്ച് നോക്കി അറിയാൻ പറ്റും. ഏകദേശം റൈസ് സ്റ്റാർട്ട് ചെയ്ത് 0.2 കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 0.3. ഓക്കെ. ഇത് ഇവിടെയല്ല, ഇവിടെ ആയിട്ട് വരും 0.3. ഓക്കെ. കണ്ടോ? 0.3 ചിലതിൽ ലീനിയർ ഇൻക്രീസിങ് ഇങ്ങനെ സഡൻ ആയിട്ട് വന്നിട്ട് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തില്ല. ഓക്കെ. ലൈൻസ് ഇങ്ങനെ ഇപ്പോൾ വരച്ച പോലെ ഇൻക്രീസ് ചെയ്തില്ല. ഒരു ഗ്രാജുവൽ ഇൻക്രീസിങ് നടന്നിട്ട് പിന്നെ എന്ത് ചെയ്യും? അങ്ങ് കറണ്ട് അവിടെ കൂടിക്കൊണ്ടേയിരിക്കും. പിന്നെ വോൾട്ടേജ് അവിടെ സ്റ്റേബിൾ ഒന്നും ആവണമെന്നില്ല. വോൾട്ടേജ് ചിലതിൽ എന്ത് ചെയ്യാം? ചിലപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് കുറച്ചുകൂടി വോൾട്ടേജ് നമുക്ക് ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ. സിലിക്കൺ ആണെങ്കിൽ അതുപോലെ തന്നെ 0.7 ആവുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? 0.7 ആവുന്ന സമയത്താണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഓൺ സ്റ്റേറ്റിലോട്ട് കറക്റ്റ് ആയിട്ട് ഓൺ ആയിട്ട് മാറുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് ഒരു എന്ത് പറയാൻ പറ്റുന്നത്? നമുക്ക് അവിടെ it can be called as the forward biasing. Okay. The voltage at which the current start to increase rapidly is called cut-in voltage or the knee voltage. Okay. അപ്പോൾ നമ്മൾ എന്തെന്ന് അറിയപ്പെടുന്നുണ്ട്? ഇതിനെ cut-in voltage എന്നോ അല്ലെങ്കിൽ knee voltage പറയാം. ശരിക്കും അതിന്റെ ബാരിയർ പൊട്ടൻഷ്യൽ ആണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു കട്ട് ഓഫ് വോൾട്ടേജ് നമുക്ക് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. ഓക്കെ. അപ്പോൾ ആ ഒരു റീജിയനിൽ നമുക്ക് ഒരു സിലിക്കൺ ഡയോഡ് ആണെങ്കിൽ 0.7ഉം ജെർമേനിയൻ ഡയോഡ് ആണെങ്കിൽ 0.3 ആണ് നമുക്ക് എന്ന് പറയുന്നത് ആ ഒരു വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ആ രണ്ട് പോയിന്റ്സും ഓർത്ത് വെച്ചിരിക്കുക. അതുപോലെ തന്നെ ആ വാല്യൂസും കറക്റ്റ് ആയിട്ട് ഓർത്ത് വെച്ചിരിക്കുക. അതൊക്കെ 1 മാർക്ക് ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിക്കും. ഓക്കെ. വാട്ട് ഈസ് ദ കട്ട് ഇൻ വോൾട്ടേജ് എന്നോ നീ വോൾട്ടേജ് എന്നോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും അവിടെ നമുക്ക് ചോദിക്കുന്നത്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വാല്യൂ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. ദെൻ ഇതിൽ എന്താണ് ഒരു ഐഡിയൽ വോൾട്ടേജ് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കിയ സമയത്ത് നമുക്ക് പറഞ്ഞു ഒരു ഡയറക്ഷനിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? കറന്റ് കണ്ടക്ഷൻ അവിടെ നടക്കുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ ഒരു ഡയറക്ഷനിൽ മാത്രമേ ഈ കറന്റ് കണ്ടക്ഷൻ നടക്കുന്നുള്ളൂ എങ്കിൽ നമുക്ക് എന്ത് പറയാം? ഒരു ഡയറക്ഷനിൽ മാത്രം കറന്റ് കണ്ടക്ഷൻ നമുക്കത് ഫോർവേഡ് ബയാസിംഗ് കണ്ടീഷൻ പറയാം. ഓക്കെ. അപ്പോൾ അതില് ഫോർവേഡ് ബയാസിംഗിൽ ഒരു പെർഫെക്റ്റ് കണ്ടക്ടർ ആയിട്ടും റിവേഴ്സ് ബയാസിംഗിൽ ഒരു പെർഫെക്റ്റ്ലി ഇൻസുലേറ്റർ ആയിട്ടും ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്തരം ഡയോഡ്സിനെ വിളിക്കുന്നത് നമ്മൾ എന്ത് പറയുന്നത്? ഐഡിയൽ ഡയോഡ്സ് എന്ന് പറയുന്നത്. കാരണം ഇത് അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ നമ്മുടെ റിവേഴ്സ് ബയാസിംഗിൽ എപ്പോഴും കറണ്ട് കണ്ടക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് സീറോ ആകില്ല. ഓക്കെ. ചെറുതായിട്ട് എന്ത് ചെയ്യും? അവിടെ നമുക്ക് കറണ്ട് കണ്ടക്ഷൻ പോസിബിൾ ആണ് ഒരു റിവേഴ്സ് ബയാസിംഗ് കണ്ടീഷനിൽ. അപ്പോൾ അതായത് ഒരു മൈക്രോ രീതിയിലൊക്കെ ചെറിയ രീതിയിൽ എന്ത് ചെയ്യും? കറണ്ട് അവിടെ റിവേഴ്സ് സാച്ചുറേഷൻ കാരണം നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അതൊന്നും ഇല്ലാതെ നമ്മളിപ്പോ ഒരു സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ലൈറ്റ് കത്തുന്നു, സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ ലൈറ്റ് ഓഫ് ആവുന്നു. അല്ലാതെ ലൈറ്റ് ഇന്റർമീഡിയറ്റ് സ്റ്റേജിൽ നിൽക്കുന്നില്ല. അപ്പൊ അതുപോലെ ഒരു ഡയോഡ് കറക്റ്റ് ആയിട്ട് ഫോർവേഡ് ബയാസിംഗിൽ ഓൺ സ്വിച്ച് ആയിട്ടും റിവേഴ്സ് ബയാസിംഗിൽ ക്ലോസ് സ്വിച്ച് ആയിട്ടും അതായത് അതായത് ഓൺ സ്റ്റേറ്റ് ഓൺ സ്റ്റേറ്റ് റിവേഴ്സ് ബയാസിംഗിൽ ഓഫ് സ്റ്റേറ്റ് പോലെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? അത്തരം ഡയോഡ്സ് വിളിക്കുന്ന പേരാണ് ഐഡിയൽ ഡയോഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ. പ്രാക്ടിക്കലി അവിടെ എന്ത് ചെയ്യാറുണ്ട്? ചെറിയ രീതിയിൽ അവിടെ റിവേഴ്സ് സാച്ചുറേഷൻസ് നിൽക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഐഡിയൽ കണ്ടീഷൻ എന്ന രീതിയിൽ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഐഡിയൽ ഡയോഡിന്റെ ഗ്രാഫ് ആണെങ്കിൽ ഇതുപോലെ വരണം. ഓക്കെ. ഫോർവേഡ് ബയാസിംഗിൽ പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യുക, റിവേഴ്സ് ബയാസിംഗിൽ 0 ആയിരിക്കും. പക്ഷേ റിവേഴ്സ് ബയാസിംഗിലും ചെറുതായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കറന്റ് കണ്ടക്ഷൻ നമുക്ക് വരും. ഓക്കെ. നമ്മൾ തൊട്ട് മുൻപത്തെ ഒരു ഗ്രാഫിൽ കണ്ടിരുന്നു. അതാണ് ആ ഒരു റിവേഴ്സ് ബയാസിംഗിന്റെ കേസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതൊരു ഐഡിയൽ ഡയോഡിന്റെ സിമ്പിൾ ആണ്. ദെൻ ഇത് എന്തായിരിക്കും? ഫോർവേഡ് ബയാസിംഗിൽ ക്ലോസ്ഡ് ആയിരിക്കണം. അതായത് മീൻ ആ ഒരു സർക്യൂട്ട് ഓൺ ആയിരിക്കണം. ഓക്കെ. റിവേഴ്സ് ബയാസിംഗ് ആണെങ്കിലോ അതൊരു ഓപ്പൺ സ്റ്റേറ്റിലായിരിക്കും നിൽക്കേണ്ടത്. ഓപ്പൺ സ്വിച്ച് പോലെ അതായത് ഓഫ് സ്റ്റേറ്റ് ആയിരിക്കും അത് ആക്ട് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ അതാണ് നമുക്ക് അതിൽ വരുന്ന ആ ഒരു കേസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു ഡയോഡിനും എന്ത് ചെയ്യാൻ പറ്റില്ല? ഐഡിയൽ ഡയോഡ്സ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആ ഒരു ഡയോഡ് ഡസന്റ് ബിഹേവ് ആസ് എ പെർഫെക്റ്റ് കണ്ടക്ടർ വെൻ ഫോർവേഡ് ബയാസ്ഡ്. ഓക്കെ. ചെറിയൊരു റെസിസ്റ്റൻസ് എന്ത് ചെയ്യാറുണ്ട്? അവിടെ ഓഫർ ചെയ്യാറുണ്ട്. ഫോർവേഡ് ബയാസിംഗിൽ പോലും ഡയോഡ്സ് എന്ത് ചെയ്യും? ഒരു റെസിസ്റ്റൻസ് കൊടുക്കും. ഓക്കെ. അപ്പോൾ അത് നമുക്ക് ഐഡിയൽ കണ്ടീഷൻ എന്ന് പറയാൻ പറ്റില്ല. ഐഡിയൽ കണ്ടീഷൻ മീൻസ് ഇപ്പോൾ നമ്മൾ 1 ആംപിയർ കറന്റ് കൊടുത്താൽ ഔട്ട്പുട്ടിൽ 1 ആംപിയർ കിട്ടണം. പക്ഷേ ഇതിലൊക്കെ ഈ ഒരു ഇന്റേണൽ റെസിസ്റ്റൻസിന് പ്രോപ്പർട്ടീസ് ഉണ്ട്. സോ അത് ചെറിയ രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്? റെസിസ്റ്റൻസ് ഓഫർ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ഡയോഡ്
DC റെസിസ്റ്റൻസ് പറയുന്ന ഡയോഡ് കൊടുക്കുന്ന ഒരു DC റെസിസ്റ്റൻസ് നമ്മൾ സ്റ്റാറ്റിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് റെസിസ്റ്റൻസ് പറയും. DC റെസിസ്റ്റൻസ് നമ്മൾ സ്റ്റാറ്റിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് വെൻ എ ഫോർവേഡ് ഡയോഡ് ഓഫേഴ്സ് എ ഇൻഫൈനൈറ്റ് റെസിസ്റ്റൻസ് സർക്യൂട്ട്, ദ റെസിസ്റ്റൻസ് ഈസ് നോൺ ആസ് ഫോർവേഡ് റെസിസ്റ്റൻസ് ഓഫ് ദ ഡയോഡ്. ഓക്കെ, ദ DC റെസിസ്റ്റൻസ് ഓഫ് സ്റ്റാറ്റിക് റെസിസ്റ്റൻസ് സിംപ്ലി ദ റേഷ്യോ ഓഫ് DC വോൾട്ടേജ് അക്രോസ് ദ DC current flowing through it. ഓക്കെ, RDC is equal to V/I. നിങ്ങൾക്ക് സിലബസിൽ പറഞ്ഞിട്ടില്ല ഈ ഒരു സ്റ്റാറ്റിക് റെസിസ്റ്റൻസിനെ കുറിച്ചും, ജസ്റ്റ് ഞാൻ പറയുന്നതേ ഉള്ളൂ, ഒന്ന് നോക്കി വെച്ചേക്കാം. ഓക്കെ, എന്താണ് സ്റ്റാറ്റിക് റെസിസ്റ്റൻസ് എന്നും അതുപോലെ തന്നെ എന്താണ് ഡൈനാമിക് റെസിസ്റ്റൻസ്. അതായത് ഒരു പർട്ടിക്കുലർ വാല്യൂവിൽ നമുക്കിപ്പോൾ റെസിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് RDC V/I എന്ന് പറയാം. ഓക്കെ, ഒരു പർട്ടിക്കുലർ വാല്യൂവിൽ നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യുന്ന റെസിസ്റ്റൻസ് നമ്മൾ എന്തെന്ന് പറയുന്നത് DC റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് റെസിസ്റ്റൻസ് V/I എന്ന് പറയാം. ഇനി അതുപോലെ തന്നെ നമുക്ക് AC റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഡൈനാമിക് റെസിസ്റ്റൻസ് കേസ് ഉണ്ട്. അതാണെങ്കിൽ എന്ത് കിട്ടും? ചേഞ്ച് ഇൻ വോൾട്ടേജ് ബൈ ചേഞ്ച് ഇൻ കറണ്ട്. ഓക്കെ, അതായത് ഡെൽറ്റ, അതായത് നമുക്കറിയാലോ ഒരു വേരിയേഷൻ എന്ന രീതിയിൽ നമുക്കിപ്പോൾ ഒരു AC സിഗ്നൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാം? അതിനെ ഡൈനാമിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ AC റെസിസ്റ്റൻസ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഡൈനാമിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ എന്ത് പറയുന്നത് AC റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ പറയാനായിട്ട് വരുന്നത് നമുക്ക് ഈ ഒരു റിവേഴ്സ് ബയാസിംഗ് കൂടിയാണ്. അപ്പോൾ റിവേഴ്സ് ബയാസിംഗ് വേറെ നമ്മൾ തൊട്ട് മുൻപേ പറഞ്ഞ പോലെ തന്നെ എന്താണ്, നമ്മൾ ഡയോഡിനെ എന്ത് ചെയ്യുന്നു? റിവേഴ്സ് ഈ പൊളാരിറ്റിയിൽ കണക്ട് ചെയ്തു. നിങ്ങൾ ഇവിടെ ബാറ്ററി സോഴ്സിനെ റിവേഴ്സ് ചെയ്ത് ഡയോഡ് റിവേഴ്സ് ചെയ്യല്. ബാറ്ററി സോഴ്സോട് നമ്മൾ നേരത്തെ കണക്ട് ചെയ്തതെന്ന് വെച്ചേക്കാം. നമ്മൾ വേണമെങ്കിൽ നമുക്ക് ബാറ്ററി സോഴ്സ് റിവേഴ്സ് ചെയ്ത് റിവേഴ്സ് ബയാസിംഗിലോട്ട് ആക്കാം, എങ്കിൽ ഡയോഡ് മാറ്റല്ലേ. ഓക്കെ, ഏതെങ്കിലും ഒന്നേ മാറ്റാവും. നമ്മളിപ്പോൾ ബാറ്ററിയോടെ മാറ്റുന്നില്ല, ബാറ്ററിയോട് ഫിക്സ് ആക്കി വെക്കുന്നു. ജസ്റ്റ് നമ്മൾ നമ്മുടെ ഡയോഡ് മാത്രം അൺപ്ലഗ് ചെയ്ത് തിരിച്ച് കണക്ട് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ റിവേഴ്സ് ബയാസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എന്ത് ചെയ്യാം? അവിടെ നമ്മൾ മൈക്രോ ആംബിയർ റീജിയനിലായിരിക്കും കറണ്ട് മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രാക്ടിക്കലി ആദ്യം ഒന്നും എന്ത് ചെയ്യത്തില്ല, നമ്മൾ റിവേഴ്സ് ബയാസിംഗിൽ കറണ്ട് കണ്ടക്ഷൻ നടക്കത്തില്ല. അപ്പോൾ നമ്മൾ ഫർദർ ആയിട്ട് വീണ്ടും വീണ്ടും ഇതിന്റെ വോൾട്ടേജ് കൂട്ടി വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? റിവേഴ്സ് വോൾട്ടേജ് കൂട്ടി വരുന്നതിന് സംബന്ധിച്ച് അവിടെ പിന്നെ എന്ത് ചെയ്യും? ആ ഒരു ബ്രേക്ക് ഡൗൺ സംഭവിക്കാറുണ്ട്. ഓക്കെ, ബ്രേക്ക് ഡൗൺ സംഭവിക്കാറുണ്ട്. അപ്പോൾ ബ്രേക്ക് ഡൗൺ സംഭവിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യും? അവിടെ നമുക്ക് കറണ്ട് അവിടെ ഇൻക്രീസ് ചെയ്യും. ഈ ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നതിൽ തന്നെ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബ്രേക്ക് ഡൗൺ മെക്കാനിസംസ് അവിടെ വരുന്നുണ്ട്. ഓക്കെ, റിവേഴ്സ് ബയാസിംഗിൽ എന്ത് ചെയ്യും? ഇതിനകത്തുള്ള ഇലക്ട്രോൺസ് നമ്മൾ റിവേഴ്സ് വോൾട്ടേജ് കൂടുന്നതനുസരിച്ച് ഇതിനകത്തുള്ള കൈനറ്റിക് എനർജീസ് കൂടും ഇലക്ട്രോൺസിന്. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് ഒരുപാട് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? അവിടെ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കും. അങ്ങനെ ആ ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ സംഭവിക്കും. ബ്രേക്ക് ഡൗൺ സംഭവിച്ചു കഴിഞ്ഞാലോ എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ കറണ്ട് അവിടെ റൈസ് ചെയ്യും. അപ്പോൾ നമ്മുടെ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന സാധാരണ ഡയോഡ് ആണെങ്കിൽ ഇപ്പോൾ 1N4007 എന്ന് പറയുന്ന ഒരു ഡയോഡ് ഉണ്ടല്ലോ, നമ്മൾ ഈ സാധാരണ യൂസ് ചെയ്തതിന് 1N4007 എന്ന് പറയുന്നത് ഡയോഡ്. ഇത് ഫോർവേഡ് ബയാസിംഗ് വർക്ക് ചെയ്യുന്ന ഡയോഡാണ്. പക്ഷേ ഇത് നമ്മൾ റിവേഴ്സ് ബയാസ് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഒരു പർട്ടിക്കുലർ ലെവലിൽ വോൾട്ടേജ് കൂട്ടിയാൽ അവിടെ പ്രത്യേകിച്ച് സംഭവിക്കില്ല, ബ്രേക്ക് ഡൗൺ സംഭവിക്കില്ല. ഓക്കെ, അതൊരു എന്താ പെർഫെക്റ്റ്ലി ഒരു ഓഫ് സ്റ്റേറ്റിൽ തന്നെ നിൽക്കും, കാരണം ഒന്നും ഫ്ലോ ചെയ്യത്തില്ല. പക്ഷേ ഇതിനു വേണ്ടി ഈ ബ്രേക്ക് ഡൗൺ സംഭവിപ്പിക്കാനായിട്ട് നമുക്ക് സ്പെഷ്യലി ഡിസൈൻ ആയിട്ട് ഡയോഡ്സുകളുണ്ട്. ഓക്കെ, സ്പെഷ്യലി ഡിസൈൻ ആയിട്ട് ഡയോഡ് നമ്മൾ സെവൻ ഡയോഡ്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള സ്പെഷ്യലി ഡിസൈൻ ആയിട്ട് ഡയോഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? റിവേഴ്സ് ബയാസിംഗിൽ വർക്ക് ചെയ്തിട്ട് അവർ നമ്മൾ കറണ്ട് കൂടുന്നതനുസരിച്ച് ഒരു പർട്ടിക്കുലർ വാല്യൂ കഴിയുമ്പോൾ പിന്നെ അവർ എന്ത് ചെയ്യും? അവിടെ വോൾട്ടേജ് കൂടത്തില്ല, കറണ്ട് മാത്രം പെട്ടെന്ന് അവിടെ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഡയോഡ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് വോൾട്ടേജ് അവിടെ ഫിക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് റിവേഴ്സ് ബയാസിംഗ് കണ്ടീഷനിൽ വർക്ക് ചെയ്ത ഡയോഡ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് റിവേഴ്സ് ബയാസിംഗ് കണ്ടീഷനിൽ വർക്കിംഗ് ഇല്ല. ജസ്റ്റ് എന്താണ് ആ റിവേഴ്സ് ബയാസിംഗ് കണ്ടീഷൻ എന്നും അവിടെ ഇങ്ങനെ ബ്രേക്ക് ഡൗൺ മെക്കാനിസം ഒക്കെ ചെയ്യുന്നു എന്ന കാര്യം കൂടി നിങ്ങളൊന്ന് നോക്കിയിരുന്നാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇതുവരെയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു, നമ്മുടെ ഫോർവേഡ് ബയാസിംഗ് ഡിസ്കസ് ചെയ്തു, അതുപോലെ റിവേഴ്സ് ബയാസിംഗ് ഡിസ്കസ് ചെയ്തു. ദെൻ എങ്ങനെയാണ് നമുക്ക് ഒരു PN ജംഗ്ഷൻ ഡയോഡ് ഫോം ചെയ്യുന്നത്, എങ്ങനെയാണ് നമുക്ക് ആ ഒരു എന്താ വരുന്നത് ഡിപ്ലേഷൻ ലെയേഴ്സ് ഫോം ചെയ്യും, എങ്ങനെ നമുക്ക് ഡിപ്ലേഷൻ ലെയേഴ്സ് ബ്രേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്തത് ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് അവിടെ നോക്കുക. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യേണ്ടത് നമുക്ക് എങ്ങനെയാണ് ഒരു മൾട്ടിമീറ്റർ യൂസ് ചെയ്തുകൊണ്ട് ഒരു ഡയോഡ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഡയോഡ് എങ്ങനെ നമുക്കത് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ടെസ്റ്റിംഗ് എ ഡയോഡ് യൂസിങ് മൾട്ടിമീറ്റർ. ഓക്കെ, ഒരു മൾട്ടിമീറ്റർ യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ ഡയോഡ്സ് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അവിടെ ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കറക്റ്റ് ആയിട്ട് നോക്കുക, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.